ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലത്ത് വെച്ച് തുടക്കത്തിലുള്ള സത്സംഗം എന്ന് പറയാം. സത്രത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, എന്നാൽ കൂടിയും സത്സംഗമായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലമായതുകൊണ്ട് സ്വാമികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും സംസാരിക്കണം. തുടക്കത്തിലുള്ള സത്സംഗം ആയതുകൊണ്ട് പൊതുവേ നമ്മൾ തുടക്കത്തിൽ പ്രഥമ പൂജ്യനായ ഗണേശനാണല്ലോ സ്മരിക്കുന്നത്. അപ്പോൾ പേര് വന്നത് ഗണേശ എന്ന പേര് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഗണേശനിലുള്ള ഒരുപാട് ഗുണങ്ങൾ ചട്ടമ്പി സ്വാമികളിലും ഉണ്ട്. അതുകൊണ്ട് രണ്ടുപേരെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സത്സംഗം ആകാം എന്ന്. പേരും ഒരേപോലെയാണ്, ചട്ടമ്പി ഗണേശ. രണ്ടിനും അർത്ഥം ഒരർത്ഥമാണ്. നമ്മൾ എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ അറിയും. അപ്പൊ സത്സംഗത്തിന്റെ പേരെന്താണ്? ചട്ടമ്പി ഗണേശ. ഈ കടലിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, കടലിൽ ഞാൻ യാത്ര ചെയ്തിട്ടില്ല, എന്നാൽ ഈ ഷിപ്പ് ബോട്ടുകളൊക്കെ പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വലിയ ഐസ് ബർഗ് എന്ന് പറയും. അതിനെന്താ മലയാളത്തിൽ പറയാ? മഞ്ഞുമല. മഞ്ഞുമല. ഈ മഞ്ഞുമലകളുണ്ടാവും. പക്ഷേ ആ മലയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ പുറത്ത് കാണുകയുള്ളൂ. ഈ വെള്ളം ഇങ്ങനെ, കടലിങ്ങനെ വെള്ളമാണല്ലോ, അപ്പം അതിൻ്റെ മുകൾ ഭാഗം, കുറച്ച് ഭാഗം മാത്രമേ കാണുകയുള്ളൂ. ഭൂരിപക്ഷം ഭാഗം എവിടെയാണ്? കടലിൻ്റെ അടിയിലാണ്. അപ്പോൾ കാണുന്നത് വളരെ കുറച്ചാണ്. എന്നാൽ ശരിക്കും അതിൻ്റെ സ്വരൂപം എന്താണ്? വിശാലമാണ്. അതുപോലെയാണ് മഹാത്മാക്കൾ. മഹാത്മാക്കളെ പറ്റി നമുക്ക് വളരെ കുറച്ചേ അറിയുള്ളൂ. പക്ഷെ അവരുടെ ശരിക്കുമുള്ള ആ ഒരു മഹത്വം എന്ന് പറയുമ്പോൾ ഈ മഞ്ഞുമല പോലെയാണ്, അപാരമാണ്. അപ്പം നമുക്കും നോക്കാം ചട്ടമ്പി സ്വാമികളുടെയും ഗണേശൻ്റെയും മഹിമ. ഇതിലൂടെ നമുക്കെന്താ കിട്ടാൻ പോകുന്നത്? ഒരു ആചാര്യൻ പറഞ്ഞു, നമ്മൾ വെറുതെ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് ഇൻഫർമേഷനേ ആകുന്നുള്ളൂ. എന്താണ്? ഇൻഫർമേഷൻ. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല. പക്ഷെ ആ ഇൻഫർമേഷനിലൂടെ നമുക്ക് മാറ്റം വരികയാണെങ്കിൽ അതിനാണല്ലോ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചിട്ട് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അപ്പോഴാണ് എന്ത് വരും? ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഇൻഫർമേഷൻ കൊണ്ട് പ്രയോജനമില്ല. ഇൻഫർമേഷൻ എന്തായി തീരണം? ട്രാൻസ്ഫോർമേഷനായി തീരണം. പ്രചോദനം, ഇൻഫർമേഷനിൽ നിന്നും പ്രചോദനം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് മാറ്റം വരുത്തും. അതിന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും ഇത്. ഒരു രാജകൊട്ടാരം, രാജാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാന്ത്രികൻ വന്നിട്ട് 3 തലയോട്ടികൾ ഇതിന് തലച്ചോറിൻ്റെ ഉള്ളിലല്ല, തലയോട്ടിയുടെ ഉള്ളിലുള്ളതാണ് തലച്ചോറ് അല്ലേ. സ്കള്ള് കാണുന്നത് നമുക്ക് പേടി വരുമല്ലോ അല്ലേ. ചില സ്ഥലത്തൊക്കെ ഈ ലാബിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. കയ്യും കാലും ഒക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഇതിൻ്റെ ഉള്ളിൽ മാത്രം സ്കള്ള് മാത്രം. ഈ ബ്രെയിൻ്റെ ഉള്ളിലുള്ള സ്കള്ള് അത് കൊണ്ടുവന്നു 3 എന്നിട്ട് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, രാജാവേ, ഇത് ഉത്തമനായിട്ടുള്ളതും മധ്യമനായിട്ടുള്ളതും അധമനായിട്ടുള്ളതും പുരുഷൻ്റെ സ്കള്ളാണ്. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കണം ഏത് സ്കള്ളാണ് ഏത് പുരുഷൻ്റെത്. കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യരുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സേവകനായിട്ട് തീരണം എന്ന്. അപ്പോൾ രാജാവ് ആകെ പരിഭ്രാന്തനായില്ലേ. അപ്പോൾ രാജാവ് ഘോഷിച്ചു, ഇതിന് ഉത്തരം ആര് പറയുന്നു അവർക്ക് ഞാൻ നല്ല ഒരുപാട് സമ്മാനങ്ങൾ തരാം എന്ന്. ആർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല. എന്നാൽ കൂടിയും ഒരാൾ നല്ല വിനയാന്വിതനായി എണീറ്റിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ പറയാം അതിനുള്ള ഉത്തരം. എനിക്ക് ചെറിയൊരു പുൽക്കൊടി, അതായത് ഈ സ്ട്രോ എന്ന് പറയില്ലേ, ഈ വൈക്കോലിൻ്റെ വലിയൊരു കഷണം, അതെനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഏതാണ് ഉത്തമനായിട്ടുള്ള പുരുഷൻ, ഏതാണ് മധ്യമനായിട്ടുള്ള പുരുഷൻ, ഏതാണ് അധമനായിട്ടുള്ള പുരുഷൻ്റെ സ്കള്ളെന്ന് ഞാൻ പറയാം. കൊണ്ടുകൊടുത്തു. എന്താണ്? സ്ട്രോ, വൈക്കോലിൻ്റെ വലിയൊരു പീസ്. അപ്പം ഇദ്ദേഹം വന്നിട്ട് ആദ്യത്തെ ഇതെടുത്തു, സ്കള്ളെടുത്തു. എന്നിട്ട് അതിൻ്റെ ചെവി കൂടെ ആ സ്ട്രോ ഇട്ടു. വൈക്കോലിൻ്റെ ആ പീസ് ചെവി കൂടെ ഇട്ടു. അപ്പം ആ ചെവി കൂടെ ഇട്ടപ്പോഴത്തേക്കും അത് ഈ ചെവി കൂടെ ഇങ്ങനെ പുറത്തു വന്നു. വൈക്കോലിൻ്റെ പീസ് ഈ ചെവി കൂടെ ഇട്ടപ്പം ഈ ചെവി കൂടെ അത് പുറത്തു വന്നു. എന്നിട്ട് ആ സ്കള്ളിനെ അവിടെ വെച്ചു കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ സ്കള്ളെടുത്തു. എന്നിട്ട് അത് മെല്ലെ ചെവി കൂടെ ഇട്ടു.
ചെവി കൂടെ ഇട്ടപ്പോഴത്തേക്ക് അത് മെല്ലെ വായിലൂടെ പുറത്തു വന്നു കേട്ടോ. വായൊന്നും ഉണ്ടാവില്ല സ്കള്ളിന്, പക്ഷെ എന്നാലും ഒരു രൂപം ഉണ്ടാവുമല്ലോ. ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളുള്ള സ്ഥലത്ത് ഓട്ടകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെവി കൂടെ ഇട്ടപ്പോഴത്തേക്കും വായിലൂടെ പുറത്തു വന്നു, അതവിടെ വെച്ചു. എന്നിട്ട് മൂന്നാമത്തെ സ്കള്ളെടുത്തു, എന്നിട്ട് അതിൻ്റെ ചെവി കൂടെ ഇട്ടപ്പോഴത്തേക്കും ഈ ചെവി കൂടെയും വന്നില്ല, വായി കൂടെയും വന്നില്ല, നേരെ ഉള്ളിലേക്ക് പോയി, താഴോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ആദ്യത്തെ സ്കള്ള് ആരുടെയാണ്? അധമനായിട്ടുള്ള പുരുഷൻ്റെതാണ്. രണ്ടാമത്തത്, അതായത് ചെവി കൂടെ ഇട്ടപ്പോഴത്തേക്കും വായു കൂടെ പുറത്തു വന്നല്ലോ, അത് മധ്യമനായിട്ടുള്ള പുരുഷന്റെ തലയോട്ടിയാണ്. മൂന്നാമത്തത് ചെവി കൂടെ ഇട്ടപ്പോഴത്തേക്കും താഴേക്ക് ഉള്ളിലേക്ക് പോയില്ലേ, അതാണ് ഉത്തമനായിട്ടുള്ള പുരുഷന്റെ തലയോട്ടി എന്ന് പറഞ്ഞു. അപ്പൊ മാന്തരികം പറഞ്ഞു, ഇതിന് വിശദീകരണം തരണമല്ലോ, ചുമ്മാ പറഞ്ഞാൽ പോലല്ലോ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, പക്ഷെ വിശദീകരണം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഇങ്ങനെയാണ്, ചിലരുണ്ട് കേൾക്കും, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കും, പക്ഷെ കേട്ട് കഴിഞ്ഞാൽ എന്താകും? ഈ ചെവി കൂടെ കേൾക്കുന്നു, എന്നിട്ട് ഈ ചെവി കൂടെ തന്നെ പുറത്തു പോകുന്നു അല്ലേ. ക്രോസ് വെന്റിലേഷൻ പോലെയാണ്. എന്താ, ഇവിടെ ഈ ജനലുണ്ട്, ഇവിടെ ജനലുണ്ടല്ലോ, അപ്പൊ വായു അവിടെ കൂടെ അകത്തേക്ക് വരുന്നു, എന്നിട്ട് നേരെ ഇവിടെ കൂടെ പുറത്തേക്ക് പോകുന്നു. സുഖാണല്ലേ അത്, ഒന്നും ഉള്ളിലേക്ക് നിൽക്കില്ല, കേട്ട മാത്രയിൽ ഒരു മാറ്റവും വരത്തില്ല, അങ്ങനെ തന്നെ ക്രോസ് വെന്റിലേഷൻ പോകുമല്ലോ അല്ലെ, ഉള്ളിലേക്ക് സ്പർശിക്കുക പോലും ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അധമനായ പുരുഷന്റെ തലോട്ടിയാണ്. രണ്ടാമത്തതോ, ചെവി കൂടെ കയറ്റി വായി കൂടെ പുറത്തു വന്നു. അതെങ്ങനെയാണ്? ഉള്ളിലേക്ക് കയറുന്നുണ്ട്, പക്ഷെ ഒന്നും തനിക്ക് വേണ്ടിയല്ല, പരോപദേശേ പാണ്ഡിത്യം എന്ന് പറയുമല്ലോ അല്ലെ. എല്ലാം എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവർക്ക് ഉപദേശം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പറയുമല്ലോ, ഓ അങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ, ശരി ശരി, നീ ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, അതൊന്നും നമുക്കൊന്നും പറ്റില്ല, നമുക്കൊക്കെ വയസ്സായില്ലേ, അതൊക്കെ പോവാറായി, നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാറായി, അതുകൊണ്ട് അതൊന്നും നമുക്ക് പറ്റില്ല. മറ്റുള്ളവർക്ക് ഉപദേശം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആകാം. ഉള്ളിലേക്ക് കയറുന്നുണ്ട്, പക്ഷെ എന്നാലും തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് മധ്യമനായിട്ടുള്ള പുരുഷന്റെ തലയോട്ടി എന്ന് പറയുന്നത്. മൂന്നാമത്തതോ, കേറ്റി ചെവി കൂടെ ഇപ്പുറത്തൂടും പോയില്ല, വായിലൂടെയും പുറത്ത് വന്നില്ല, നേരെ ഉള്ളിലേക്ക് പോയി. അതായത് എന്ത് കേൾക്കുന്നു അത് തന്നിൽ മാറ്റം വരുത്തി. അത് മാത്രമല്ലേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ അല്ലേ. പക്ഷെ നമ്മളിങ്ങനെ കുറേ കേൾക്കുമ്പോൾ കാര്യങ്ങൾ ബുദ്ധി ഇങ്ങനെ കുറിച്ചു വെക്കും. എന്നിട്ട് നമ്മളിൽ മാറ്റം വരുത്തേണ്ട സ്ഥലം വരുമ്പോൾ നമ്മുടെ പ്രവൃത്തി ഒന്ന് നമ്മുടെ ബുദ്ധിയിൽ അറിവ് ശേഖരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് പറയും, ഇങ്ങനെയല്ലല്ലോ നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അതിനനുസരിച്ചല്ലേ ജീവിക്കേണ്ടത് എന്ന് ബുദ്ധി പറയും. അപ്പൊ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ ഉള്ളിൽ ഉണ്ടെങ്കിലല്ലേ ബുദ്ധി പറയുള്ളൂ അല്ലേ. അപ്പൊ ശേഖരിച്ച് വെച്ച് കഴിയുമ്പോൾ പറയും കൂടുതൽ. പ്രത്യേകിച്ചും ആചാര്യന്മാരായി കഴിഞ്ഞാൽ ഇത് കൂടുതലാണ്. കാരണം ആചാര്യന്മാരാണെങ്കിൽ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ കൂടുതലാണല്ലോ അറിവ് അല്ലേ. അപ്പൊ ആ അറിവ് ഉള്ളിൽ നല്ലോണം ഉണ്ടാവും. അപ്പം കുട്ടികളുടെ അതൊക്കെ പറയുമ്പോൾ, മക്കളുടെ അതൊക്കെ പറയുമ്പോൾ, ഓ ഇങ്ങനെയാണല്ലോ ഉള്ളിൽ, അപ്പൊ ഞാൻ മാറ്റം വരുത്തണ്ടേ, കാരണം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ അത് ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് തന്നെ മോശമല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തന്നെ ബുദ്ധി നമുക്ക് ഓരോരോ അടി തരും. അപ്പൊ കൂടുതൽ നമുക്കത് പ്രചോദനമായി തന്നിട്ട് നമുക്ക് മാറ്റം വരുത്താൻ അത് സഹായിക്കും. അപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇൻഫർമേഷൻ മാത്രം ആകാതെ ട്രാൻസ്ഫർമേഷൻ ആകണം, എന്നാലേ നമുക്കത് ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ മഹാത്മാക്കളുടെ ചരിത്രം എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? അവര് ആ ആത്മസാക്ഷാത്കാരത്തിന്റെ ആ തലത്തിലേക്ക് ഉയർന്നുവല്ലോ, അതുകൊണ്ട് ആ പാതയിൽ, ആ മാർഗത്തിൽ അവരെന്തൊക്കെയാണ് ഉൾക്കൊണ്ടത്, അത് നമുക്കും ഒരു പ്രചോദനമായി തീരും, മാർഗദർശനമായി തീരും. അവരുടെ മുഴുവനായിട്ട് ചരിത്രം നമുക്ക് പഠിക്കാൻ പറ്റില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ മഞ്ഞ് മലയാണെങ്കിൽ അതിൻ്റെ ഒരു ടിപ്പ്, ഒരു ചെറിയൊരു അംശം മതി നമുക്ക് സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകും. അപ്പം നമുക്ക് കടക്കാം അല്ലേ. ചട്ടമ്പിയെയും ഗണേശനെയും കുറച്ച് മനസ്സിലാക്കാം എന്ന് പറഞ്ഞോളൂ, ആഴത്തിൽ ഇല്ല. ശരി, അതൊരു ഭജനയിലൂടെ ആകാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു ഭജനയാണ്, ഗണേശന്റെ ഭജന. ആ ഭജനയിൽ ഓരോ വരിയിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗണേശനെ പറ്റിയും ചട്ടമ്പിയെയും പറ്റിയും നമുക്ക് നോക്കാം. അപ്പോൾ ഭജന ചൊല്ലി തരട്ടെ. പാടുമല്ലോ, എല്ലാവരും പാട്ടുകാരാണല്ലോ അല്ലേ. നാരായണീ ആചാര്യന്മാരൊക്കെ അല്ലേ, നാരായണീയം പഠിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് ട്യൂണൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ
ഒന്നും അറിയാത്തവരാണെങ്കിലും ഈ നാരായണി ചൊല്ലി 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 ആ ട്യൂൺ ഉള്ളിലേക്ക് കയറി ആ സംഗീതത്തിന്റെ വാസന ഉള്ളിൽ മെല്ലെ മെല്ലെ വരുമല്ലോ അല്ലേ. ചട്ടമ്പിസ്വാമികൾക്ക് സംഗീതം വളരെ പ്രിയമായിരുന്നു. ഏത് വാദ്യവും ഉപകരണം ഉണ്ടല്ലോ, സംഗീത ഉപകരണം, അത് സുന്ദരമായിട്ട് വായിക്കുമായിരുന്നു. അത് നമുക്ക് കൂടുതൽ ഉള്ളിലേക്ക് അടക്കുമ്പോൾ നമുക്ക് നോക്കാം. സംഗീതം ഭഗവാനിലേക്ക് എത്താനുള്ള വലിയൊരു ഉപകരണമാണ്. സ്വരത്തിലൂടെ ഭഗവാനിലേക്ക് പെട്ടെന്ന് എത്താം എന്നാണ്. മ്യൂസിക് ഈസ് ആൻ ഓർണമെന്റേഷൻ ഓഫ് സൈലൻസ് എന്ന് പറയും. സംഗീതം നിശബ്ദതയുടെ, നിശബ്ദത എന്ന് പറയുമ്പോൾ ഭഗവത് സാന്നിധ്യമാണല്ലോ അവിടെ. ആത്മസ്വരൂപം നിശബ്ദതയാണല്ലോ. നിശ്ചല തത്വം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, നിശ്ചല തത്വം. ആ നിശ്ചല തത്വത്തിന്റെ ഒരു ആഭൂഷണമാണ് എന്ത്? സ്വരം. ആ സ്വരത്തിലൂടെ ഭഗവാനിലേക്ക് എത്താൻ, സ്വരത്തിലൂടെ ഈശ്വരൻ, സ്വര ടു ഈശ്വര എത്താൻ വളരെ എളുപ്പമാണ്. അപ്പൊ പാട്ട് പാടാം. പാഹി പാഹി ഗജാനന. നിങ്ങൾക്ക് അറിയുന്ന പാട്ടാണത്, ട്യൂണിൽ ചൊല്ലിത്തരാം. പാഹി പാഹി ഗജാനന പാർവതി പുത്ര ഗജാനന. നിങ്ങൾക്ക് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ട്യൂണിൽ പാടുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഒരു ഇതെങ്കിലും സ്വരമെങ്കിലും വരുന്നുണ്ടല്ലോ അല്ലേ. മൂഷകവാഹന ഗജാനന മോദകഹസ്ത ഗജാനന ചാമരകർണ ഗജാനന വിലംബിത സൂത്ര ഗജാനന വാമന രൂപ ഗജാനന മഹേശ്വര പുത്ര ഗജാനന വിഘ്ന വിനായക ഗജാനന തവ പാദ നമസ്തേ ഗജാനന തവ പാദ നമസ്തേ ഗജാനന ഓ ഉത്തമം. പാഹി പാഹി ഗജാനന. പാഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിച്ചാലും. പാ എന്ന ധാതുവാണ് സംസ്കൃതത്തിലേക്ക് അധികം പോകുന്നില്ല, വെറുതെ ഒന്ന് സൂപ്പർഫിഷ്യലായിട്ട് ഉപരിതലത്തിൽ മാത്രം പറയുന്നു. പാഹി എന്ന് പറയുമ്പോൾ എന്നെ രക്ഷിച്ചാലും. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഗജാനന. ഗജാനന ഗണേശ. ഗണേശ ഗണേശ ഗണനാം ഈശഃ ഗണേശഃ. ഗണങ്ങളുടെ എല്ലാം നാഥനാണ് ഗണേശൻ. പ്രഥമ പൂജ്യനാണ് ഗണേശൻ. ലീഡർ എന്ന് പറയുമല്ലോ അല്ലെ, ലീഡർ. ലീഡർ എന്നാണ് നേതാവ്. ചട്ടമ്പി സ്വാമികളും നേതാവ് ആയിരുന്നു. നേതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയപരമായിട്ടല്ല. ഈ ചട്ടമ്പി എന്ന പദത്തിനും അർത്ഥം അങ്ങനെയാണല്ലോ, എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നും കൂടി പറയാം. ചട്ടം പിള്ളയാണ്, അത് ചുരുങ്ങി ചട്ടമ്പി എന്നായതല്ലേ, ചട്ടമ്പി. നമ്മളും ഓരോരുത്തർക്കും ഷോർട്ട് ഫോം ഒക്കെ ഇടുമല്ലോ അല്ലെ. കുട്ടികളൊക്കെ പറയും എടാ പി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നന്നായിട്ട് ഇരിക്കും. ആരാണ് പി? പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞോടല്ലോ, അതുകൊണ്ട് പി വരുന്നു. പിന്നെ ഓരോരുത്തർക്കും പേരൊക്കെ കിട്ടും. UK വരുന്നു കേട്ടോ. ആരാണ് UK? ഉഷാ കിരൺ. ഇല്ലേ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ മറ്റുള്ളവരെ അറിയില്ലല്ലോ. അതുപോലെ SK വരുന്നു. അതാരാണ്? സനൽകുമാർ. അപ്പൊ എല്ലാരും അടങ്ങി ഒതുങ്ങിയിരിക്കുമല്ലോ അല്ലെ.
ഓരോരോ ഷോർട്ട് ഫോം ഇടുമല്ലോ. അതേപോലെ ചട്ടത്തിനൊത്ത് എല്ലാവരെയും നയിക്കുന്നവനാണ് ചട്ടം പിള്ള. പിള്ളയാണല്ലോ, പിള്ളമാരിൽ പിള്ളയായവര് എല്ലാവരുടെയും നയിക്കുന്നു. എങ്ങനെ? തോന്നിയ അവസ്ഥ നയിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ചട്ടത്തിനൊത്ത്, നിയമത്തിനൊത്ത് നയിക്കണം എല്ലാവരെയും. അപ്പൊ ആ ചട്ടത്തിനൊത്ത് നയിക്കുന്ന പിള്ള, ചട്ടം പിള്ള. പറഞ്ഞ് ഈ ഇള്ള എന്നൊക്കെ വരാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് എന്തായി? നമ്മളത് ചട്ടമ്പി ആയി. പക്ഷേ പറഞ്ഞ് ആ വാക്കിന് അർത്ഥം എന്തായി? നേരെ വിപരീതമായ അർത്ഥമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? ചട്ടമ്പിയാണ് അവൻ കേട്ടോ. ചട്ടമ്പി എന്ന് പറഞ്ഞാൽ വലിയ കുറുമ്പനാണ്, ഹരിതാർത്ഥമൊക്കെ ചെയ്യും, അങ്ങനെയാണല്ലോ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആ പേരിന് ഇത്രയും നല്ലൊരു അർത്ഥമുണ്ട്. ശരി, ആർക്കാണ് ഗണങ്ങളുടെ ഈശൻ, അതായത് നേതാവ്, ചട്ടം പിള്ള, മോണിറ്റർ, ലീഡറൊക്കെ ആകാൻ പറ്റുക? സ്വയം അവനവനെ നിയന്ത്രിക്കാൻ അറിയാത്തവന്, പറ്റാത്തവന് മറ്റുള്ളവരെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമല്ലോ അല്ലേ? പറ്റുമോ? പുറത്തൊക്കെ നമ്മൾ കാണിക്കാം, പക്ഷെ അവനവൻ്റെ മനസ്സിങ്ങനെ ഇളകി മറിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഷൂ ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നു, പക്ഷെ എൻ്റെ തന്നെ മനസ്സ് നിയന്ത്രണത്തിലല്ലല്ലോ. സ്വന്തം മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാത്തവൻ എങ്ങനെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റും? അപ്പോൾ ഉത്തമനായിട്ടുള്ള ലീഡർ അല്ലെങ്കിൽ ഉത്തമനായിട്ടുള്ള മാനേജർ എന്ന് പറയുമ്പോൾ സ്വയം അവനവൻ്റെ നിയന്ത്രണം അവനവൻ്റെ കയ്യിലായിരിക്കണം അല്ലേ? ഒന്നാമത്തത്. രണ്ടാമത്തത്, നിയന്ത്രിക്കാൻ പറ്റണമല്ലോ. എല്ലാവരുടെയും നിയന്ത്രണം, സ്വന്തം നിയന്ത്രണം അവനവൻ്റെ കയ്യിലാണെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പം ടി വിയുടെ കയ്യിലായിരിക്കും അല്ലേ? ടി വിയുടെ ഒരു റിമോട്ട്, ആ റിമോട്ടിൻ്റെ കയ്യിലായിരിക്കും നമ്മുടെ നിയന്ത്രണം, അല്ലെങ്കിൽ മൊബൈലിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ കയ്യിൽ, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിയന്ത്രിതവും ആകണമല്ലോ. അതിനെ സൂചിപ്പിക്കുകയാണ് ആര്? ഗണേശൻ. ഗണേശന് ആനയുടെ തലയാണല്ലോ അല്ലേ? സാധാരണ ആനകളുടെ പാപ്പാൻ്റെ കയ്യിലാണല്ലോ ആനകളുടെ നിയന്ത്രണം. പാപ്പാൻ്റെ കയ്യിൽ വലിയ കയറും ഉണ്ടാവും, തോട്ടി ഉണ്ടാവും അല്ലേ? ചൊൽപ്പടി കേക്ക് ആനേ, നമ്മുടെ ഒരു ഫിലിമിലുള്ള ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പനിനീർ തെളിയാനേ എന്ന് പറയുമ്പോൾ ആന എന്ത് തെളിക്കുന്നു? എന്തോ തെളിക്കുന്നു അല്ലേ? മൂത്രം തെളിച്ചു കൊടുത്തു അല്ലേ? അതുപോലെ സാധാരണ ആനകളുടെ നിയന്ത്രണം ആനയിൽ നിന്നും വേറിട്ടായിട്ടുള്ള ഒരു വ്യക്തി പാപ്പാൻ്റെ കയ്യിലാണ്. ആ പാപ്പാനാണ് എന്നെക്കാട്ടിലും കഷ്ടകാലമായിരിക്കും. എന്താണ്? മെലിഞ്ഞുണങ്ങിയ ശരീരം അല്ലേ? അങ്ങനെയുള്ള പാപ്പാനാണ് വിശാലം ഒരു ആനയെ നിയന്ത്രിക്കുന്നത്. കഷ്ടകാലം അല്ലേ? ആ ആനയുടെ ഒരു സങ്കടം ആലോചിച്ച് നോക്കൂ. ഇല്ലേ? പരാധീനതയാണല്ലോ ഏറ്റവും ദുഃഖം. സ്വതന്ത്രതയാണ് ഏറ്റവും വലിയ സുഖം. പരാധീനതയാണ്, പരവശതയാണ് ഏറ്റവും വലിയ ദുഃഖമാണ്. പക്ഷെ അത് അറിയുന്നില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്, മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അപ്പം പക്ഷേ ഗണേശനും ഒരു ആനയുടെ തല, ആന തന്നെയാണ്. എന്നാൽ ഗണേശന്റെ കയറും തോട്ടിയും പാപ്പാന്റെ കയ്യിലല്ല, സ്വയം ഗണേശന്റെ കയ്യിലാണ്. പാശാങ്കുശധര പാപ വിനാശന. പാശാങ്കുശധര, ഗണേശന്റെ രണ്ട് മുകളിലുള്ള കൈകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ്? പാശവും അങ്കുശവും ധരിച്ചിരിക്കുന്നു. പാശം എന്താണ്? കയറ്. അങ്കുശം തോട്ടി. അപ്പൊ ഗണേശനെ നിയന്ത്രിക്കാരാണ്? പാപ്പാനല്ല, സ്വയം ഗണേശൻ. സ്വയം അവനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആൾക്ക് മാത്രമേ ഒരു ഗണങ്ങളുടെ ഈശ്വരനാകാൻ പറ്റുള്ളൂ. ചട്ടമ്പി സ്വാമികൾ അങ്ങനെയായിരുന്നു. സ്വയം തൻ്റെ തന്നെ മനസ്സിനെ ജയിച്ചാൽ മാത്രമേ മനസ്സിനും അപ്പുറമുള്ള ആ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ പറ്റിയ ആർക്ക്? ചട്ടമ്പി സ്വാമിയാർ. നമ്മുടെ ഗണേശനും പിള്ളയാർ ആയിരുന്നു. സ്വാമികൾ സ്വാമിയാർ. സ്വാമി എന്ന പദത്തിനുള്ള അർത്ഥം എന്താണ്? സ്വാമി. ആരുടെ സ്വാമി? ഓ, ശിഷ്യന്മാരുടെ ഒക്കെ, ആശ്രമത്തിന്റെ ഒക്കെ സ്വാമിയാണ്. പക്ഷെ അവനവന്റെയോ? അല്ല, അങ്ങനെയല്ല. സ്വാമി എന്ന് പറയുമ്പോൾ അവനവനെ സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തുന്നവൻ, അവനവന്റെ മനസ്സിനെ. അത് മാത്രമല്ല, ഈ സ്വാമി പദത്തിന് വേറൊരു നല്ല രസകരമായ അർത്ഥമുണ്ട്. അമി, അതായത് അമി, ഈ കാണുന്നതെല്ലാം സ്വന്തമായി തീർന്നിരിക്കുന്നു. ആർക്ക്? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സ്വന്തം ആത്മസ്വരൂപമായിരിക്കുന്നു. അവനാണ് ശരിക്കും സ്വാമി. ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം നോക്കുകയാണെങ്കിൽ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം ഫ്രണ്ട്സ് ആയിരുന്നു ആർക്ക്? ചട്ടമ്പി സ്വാമികൾക്ക്. അതെപ്പോഴാണ് പറ്റുക? നമുക്കിത് കേൾക്കുമ്പോൾ ഒരു പ്രചോദനം നമുക്ക് തോന്നുമല്ലോ അല്ലേ? പക്ഷെ എപ്പോഴാണ് പറ്റുക? നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തിന്, ഈശ്വരനെ അറിയുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലും ഈശ്വരനെ കാണാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാരുണ്യം നമ്മുടെ ഉള്ളിൽ
വരുള്ളൂ. അത് പറയുമ്പോൾ ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം. ചട്ടമ്പിസ്വാമികൾ നടന്നു പോവാണ്, പിന്നിൽ ഒരാളും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു പാമ്പ് ഇങ്ങനെ പോവാണ്. അപ്പോൾ കുട്ടികളല്ലേ, കുഞ്ഞു പാമ്പ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രവണത എന്താണ്? കല്ലെടുത്ത് എറിയാനുള്ള ഒരു പ്രവണതയാണല്ലോ അല്ലേ. അപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞു. അപ്പോൾ ആ പാമ്പ് മുറിവേറ്റിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴഞ്ഞ് മുന്നോട്ട് പോവാണ്. ചട്ടമ്പിസ്വാമികളുടെ പിന്നിൽ നടക്കുന്ന ആൾക്ക് ഭയം വന്നു. ഇത് നോക്കൂ, ഇതാ കുഞ്ഞാണെങ്കിലും ഒരു പാമ്പല്ലേ. അപ്പം എല്ലാവർക്കും ഒരു ഉള്ളിൽ പേടിയാണല്ലോ വരുന്നത്. അപ്പം ചട്ടമ്പിസ്വാമികൾ പറഞ്ഞു, അത് പാവം കണ്ടോ, കല്ലെറിഞ്ഞിട്ട് മുറിവേറ്റിരിക്കുകയാണ്, അത് ഭയം എന്നാണ് ഓടുന്നത്. അപ്പം നമ്മൾ അതിനെ ഭയക്കണോ? അതിനെന്താ തോന്നേണ്ടത്? കാരുണ്യമല്ലേ തോന്നേണ്ടത്? എന്നിട്ട് മെല്ലെ കുനിഞ്ഞിട്ട് എടാ മോനെ വരൂ എന്ന് പറഞ്ഞിട്ട് കൈ വെച്ചു കൊടുത്തു എന്നാണ്. അപ്പം ആലോചിച്ച് നോക്കൂ, സ്വന്തമായി തീർന്നു എന്ത് ജീവജാലങ്ങളും ജന്തുക്കളും. എന്നിട്ട് ഭയപ്പെടണ്ട കേട്ടോ, വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പാമ്പ് മെല്ലെ ഇഴഞ്ഞിട്ട് ചുരുണ്ടു എന്നാ കയ്യിലിരുന്നുകൊണ്ട്. എന്നിട്ട് കുറേ നേരം അതിനെ തലോടിയൊക്കെ കൊടുത്തു. എന്നിട്ട് തൊട്ടടുത്തുള്ള കുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കുന്നിൽ മെല്ലെ അതിനെ വിട്ടു. എന്നിട്ട് തൊട്ടുള്ള കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, അതും നിങ്ങളുടെ തന്നെ സ്വന്തം ആളായിട്ട് നിങ്ങൾ കാണണം. അതൊന്നും നിങ്ങൾ ഉപദ്രവിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ അതിനെ ഉപദ്രവിക്കാൻ പോകുന്നത്? ശരിക്കും നിങ്ങൾ അതിനെ സ്നേഹിക്കുകയാണെങ്കിൽ അതും നിങ്ങളെ സ്നേഹിക്കും. അതും നിങ്ങളെ സ്നേഹിക്കും. പക്ഷെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ ഭയമാണല്ലോ തോന്നുന്നത്. ഭയം എങ്ങനെയാ വരുന്നത്? എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ശരീര താതാത്മ്യം കൊണ്ടാണല്ലോ ഭയം വരുന്നത്. അതുകൊണ്ട് എന്നെ സംരക്ഷിക്കാൻ നമ്മൾ നോക്കും. അതാണ് ശരിക്കും ഭയം വരുന്നത്. അല്ലാതെ അതും എൻ്റെ തന്നെ സ്വന്തം ആളാണെന്ന് പറയുമ്പോൾ ഒരു ഭയം പോകും. നിങ്ങൾ പറയും, ഇതൊക്കെ പറയാനൊക്കെ എളുപ്പമാണ് കേട്ടോ, വീട്ടിലൊക്കെ വരുമ്പോൾ അറിയാം. ഒരു ചെറിയ പാറ്റ വന്നാൽ മതി, എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുള്ളിച്ചാടി ഹീ ഹൂ ഹൂ എന്ന് പറഞ്ഞിട്ടല്ലേ. പാറ്റ മതി, പല്ലി മതി, ചെറിയൊരു പുഴു മതി, അപ്പം തന്നെ നമ്മളെ ബോധം പോകുക. പക്ഷേ നമ്മളിത് കേൾക്കുമ്പോൾ മെല്ലെ മെല്ലെ കേൾക്കും തോറും മാറ്റം ശരിക്കും വരും കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മൾ പാറ്റ വരുമ്പോൾ പേടിച്ചു പോകുന്നു. അപ്പോൾ ഉടനെ തന്നെ കേട്ടത് ഓർമ്മ വരും, അല്ല അവരുടെ ഉള്ളിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടല്ലോ, നമുക്കൊന്നും ചെയ്യില്ല. ആ ഒരു ഭയം ഇല്ലാതെ ഒരു പാറ്റ വരുമ്പോൾ ആ പാറ്റയോട് തൊട്ടടുത്ത് തൊട്ട് നോക്കും. പക്ഷെ നമ്മുടെ മേത്ത് അങ്ങനെ ഇങ്ങനെ ഓടുമ്പോൾ ഒരു ഒരുമാതിരി തോന്നുമല്ലോ അല്ലേ. അതും ചെറുതായിട്ടൊന്ന് കടിക്കും, ഇങ്ങനെ തോണ്ടും അല്ലേ. അപ്പം നമുക്ക് ഇക്കിളി പോലെ തോന്നും. അപ്പം നമുക്ക് തട്ടിവിടാനാ തോന്നുക. പക്ഷെ മെല്ലെ ഒന്ന് സമീപിച്ച് നോക്കൂ, സുന്ദരമാണ് കേട്ടോ. അപ്പം നമ്മൾ കണ്ടു സ്വാമി, ചട്ടമ്പി, ഗണേശ. അർത്ഥം സുന്ദരൻ അല്ലേ. കണക്ട് ചെയ്ത് പറഞ്ഞു ഗജാനന, പാഹി പാഹി ഗജാനന. ശരി, ഈ ഭജനയുടെ അടുത്ത വരി പാർവതി പുത്ര ഗജാനന. പാർവതിയുടെ പുത്രൻ മഹേശ്വരൻ്റെയും പുത്രൻ. ഗണേശനെ പൊതുവെ ഈ വിദ്യകളുടെ എല്ലാം അധിപതി എന്ന് പറയുമല്ലോ, ബുദ്ധിയുടെ ദേവൻ. വലിയ തലയാണല്ലോ, ബുദ്ധി അറിവാണല്ലോ, അറിവ് നമുക്ക് തരുന്നു. നമ്മുടെ സനൽജി സൂചിപ്പിച്ചതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികൾ സകല കലാ വല്ലഭനല്ല, സകല കലാ നിധിയായിരുന്നുവല്ലോ. അതേപോലെ തന്നെ ഗണേശനും എന്തൊക്കെ വിദ്യകളുണ്ടോ അതിൻ്റെ എല്ലാം പ്രഭുവായിരുന്നു. അതുകൊണ്ടാണ് ബുദ്ധി എനിക്ക് പ്രദാനം ചെയ്യൂ. ബുദ്ധിയിലൂടെയാണല്ലോ നമ്മൾ അറിവ് നേടിയെടുക്കുന്നത് അല്ലേ. ബുദ്ധി ഉണ്ടായാൽ പോരാ, അത് ഉപയോഗിക്കണം. ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ വയലിൻ ഉണ്ടാവും, ഇവിടെ ഗിറ്റാറൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ. വയലിന്, വീണ ഒക്കെ ഉണ്ടാവും. അത് വയലിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വയലിനിസ്റ്റ് ആവുമോ? ഉണ്ടായാൽ പോരല്ലോ, അത് ആദ്യം പ്രയോഗിക്കാൻ പഠിക്കണം. പഠിച്ച് നല്ല വശത്താകണമല്ലോ അല്ലേ. അതുപോലെ ബുദ്ധി ഉണ്ടായാൽ പോരാ, അത് ഉപയോഗിക്കണം. ബുദ്ധി ഉള്ളവരെല്ലാം ബുദ്ധിമാന്മാർ, ബുദ്ധിമതികൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഉപയോഗിക്കണം. അല്ലെങ്കിലോ ഇഫ് യു റെസ്റ്റ് യു റസ്റ്റ് എന്ന് പറയും. അത് ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതെന്താകും? തുരുമ്പൊഴിച്ചു പോകും അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും ബുദ്ധി ഉപയോഗിക്കണം. ഗണേശൻ പഠിപ്പിച്ചു തരാണ് എങ്ങനെയാണ് ബുദ്ധിയെ നമ്മൾ ഉപയോഗിക്കുക. ഗണേശൻ അറിവുകളുടെ എല്ലാം നാഥനാണ്. എങ്ങനെയാണ് എല്ലാ അറിവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക? ഒരു ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട്, അധ്യാത്മവിദ്യ വിദ്യാനാം. വിദ്യകളിൽ ഞാൻ എന്താകുന്നു? അധ്യാത്മവിദ്യ ആകുന്നു. അപ്പൊ അധ്യാത്മവിദ്യ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ വിദ്യകളും തനിയെ വന്നോളും എന്ന്. എന്തുകൊണ്ടാണ് അറിവുകളുടെ എല്ലാം രാജാവ് അധ്യാത്മവിദ്യയാണ്? എന്തുകൊണ്ടാണ്?
രാജാവ് വരുമ്പോൾ ബാക്കി എല്ലാവരും എണീറ്റ് നിൽക്കുമല്ലേ, ബാക്കി എല്ലാവരും പ്രജകളെല്ലാം രാജാവിന് അത്രയധികം ആദരവും സ്നേഹവും ഇതൊക്കെ കാണിക്കുന്നു. എന്തുകൊണ്ട്? രാജാവായതുകൊണ്ടല്ലേ. എന്തുകൊണ്ടാണ് രാജാവ് ആകുന്നത്? ഒരു ചെറിയൊരു കാര്യം മാത്രം സൂചിപ്പിക്കാം, ഇത് ആഴത്തിലുള്ള വിഷയമാണ്. ഏത് അറിവും നമ്മൾ നേടിയെടുക്കുക ബുദ്ധിയിലൂടെ, മനസ്സിലൂടെയാണല്ലോ. മനസ്സിലൂടെ അല്ലേ? ചിലപ്പോൾ മനസ്സോടെ ആയിരിക്കും നേടിയെടുക്കുക, എന്നാലും ആ മനസ്സും ഉണ്ടല്ലോ അവിടെ. മനസ്സായാലും മനസ്സ് അവിടെ ഉണ്ടല്ലോ. മനസ്സിലൂടെ അല്ലെങ്കിൽ ബുദ്ധിയിലൂടെയാണ് ഏത് അറിവ് നമ്മൾ നേടിയെടുക്കുക. ആലോചിച്ച് നോക്കൂ, എന്തൊരു അത്ഭുതമാണ്. ഈ ഒറ്റൊരു മനസ്സുണ്ട്, ആ മനസ്സിലൂടെ എന്തൊക്കെ അറിവുകളാണ് നമ്മൾ നേടിയെടുക്കുന്നത്. നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, മാത്സ് പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, നാരായണീയം പഠിക്കുന്നു, പാചകം പഠിക്കുന്നു, ഡ്രൈവിംഗ് പഠിക്കുന്നു, സ്വിമ്മിങ് പഠിക്കുന്നു, നീന്തൽ പഠിക്കുന്നു, പാട്ട് പഠിക്കുന്നു, എന്തൊക്കെ പഠിക്കുന്നു. പക്ഷെ എല്ലാം പഠിക്കുന്നത് ഒരേ ഒരു ഉപകരണം വെച്ചുകൊണ്ടാണ്. എന്താണത്? മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി. അപ്പോൾ ഈ മനസ്സാണ് എല്ലാ വിദ്യകളുടെയും അധിഷ്ഠാനം എന്ന് പറയാമല്ലോ. എല്ലാവരും അംഗീകരിച്ചുവല്ലോ. അപ്പോൾ മനസ്സിനെ പറ്റി പഠിപ്പിക്കുന്ന വിദ്യ, മനസ്സിനപ്പുറം എന്തുണ്ടോ അതിനെപ്പറ്റി അറിയുന്ന വിദ്യകളുടെ എല്ലാം രാജാവായിരിക്കുമോ ഇല്ലയോ? ശരിയാണല്ലോ അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അധ്യാത്മവിദ്യ അതിൻ്റെ 2 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, മനസ്സിനെ അറിയാനും അതിനെ ട്യൂൺ ചെയ്യാനും അതിനും അപ്പുറം പോകാനും സഹായിക്കും. രണ്ടാമത്തത്, മനസ്സിനും അപ്പുറം എന്തുണ്ടോ അതാണ് ശരിക്കും ഈശ്വരൻ എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വം. ആ ഈശ്വരനെ അറിയാനും സഹായിക്കുന്നതാണ് അധ്യാത്മവിദ്യ. അതുകൊണ്ട് തന്നെ ഈ അധ്യാത്മവിദ്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അറിവുകളും തുറന്ന് കിട്ടും എന്ന്. ഗണേശൻ എല്ലാത്തിനും എക്സ്പേർട്ടായിരുന്നു. നിങ്ങൾ ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗണേശൻ്റെ എക്സിബിഷൻ കാണാം. കുഞ്ഞു കുഞ്ഞു ഗണേശൻ്റെ പടങ്ങളൊക്കെ, ബിംബങ്ങളല്ലേ. ഓടുന്ന ഗണേശൻ, ചാടുന്ന ഗണേശൻ, നീന്തുന്ന ഗണേശൻ, ക്രിക്കറ്റ് ബാറ്റ് കളിക്കുന്ന ഗണേശൻ, ഗിറ്റാർ വായിക്കുന്ന ഗണേശൻ, പാചകം ചെയ്യുന്ന ഗണേശൻ, അങ്ങനെ എല്ലാ പോസിലുള്ള ഗണേശനും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗണേശൻ എല്ലാത്തിലും ഫസ്റ്റ് ആണെന്നാണ്. നമ്മുടെ ചട്ടമ്പി സ്വാമികളെ നോക്കുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികളും എത്ര അറിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. സകല കലാനിധി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ജ്യോതിഷശാസ്ത്രം, വ്യാകരണശാസ്ത്രം, തന്ത്രവിദ്യ, ജപസാധന, പെയിൻറ്റിങ്, സംഗീതം, കഥകളി, ഇനി ഒരുപാടുണ്ട് കേട്ടോ. പറയാൻ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. ക്രിസ്ത്യാനിറ്റിയെ പറ്റി പഠിച്ചു, ഖുറാന് പഠിച്ചു, ആഴത്തിൽ നമ്മുടെ ഹഠയോഗ പ്രക്രിയകളെ പറ്റിയൊക്കെ പഠിച്ചു, ന്യായം, വൈശേഷികം, എന്തൊക്കെ ഉണ്ടോ ഒരുപാട് ശാസ്ത്രങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് സാധിച്ചത്? മനസ്സിനെയും നിയന്ത്രിച്ച് അതിനും അപ്പുറം പോയവർക്ക് ഈ മനസ്സ് ഉപയോഗിച്ച് എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നേടാൻ അത്ര വലിയ ഒരു കാര്യം അല്ല എന്ന് പറയാം. അപ്പോൾ ഒരു സന്ദർഭമാണ് ഓർമ്മ വരുന്നത്. ഈ ചെണ്ടകൊട്ടലുണ്ടല്ലോ ക്ഷേത്രങ്ങളിൽ. അപ്പോൾ ഏതോ ഒരു ക്ഷേത്രത്തിൽ, ഏറ്റുമാനൂർ ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ആ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏതോ ഉത്സവ സമയത്ത് ചെണ്ടകൾ, ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. ഈ ആൾക്കാരെ നയിക്കാൻ ഒരു പ്രധാനപ്പെട്ട നേതാവും ഉണ്ടാവും. അപ്പം ചെണ്ടകൊട്ടൽ തുടങ്ങാൻ പോവുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തുടങ്ങും. ഈ നേതാവ് നയിക്കുന്ന ആള് വളരെ വയസ്സായി. ചെണ്ട ഇങ്ങനെ തൂക്കണമല്ലോ അല്ലേ, വലിയ ബുദ്ധിമുട്ടാണല്ലോ. അത് തൂക്കി അത്രയും വെയിറ്റ് തൂക്കിക്കൊണ്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊട്ടുന്നത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വയസ്സായ ആൾ നയിക്കുന്ന ആള് തീരെ വയസ്സായി, അയാൾ എങ്ങനെ കൊട്ടുമെന്ന് പോലും നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ ക്ഷീണിച്ച അവശനായിട്ടുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പം ആരോ വെല്ലുവിളിച്ചു, ഓ വായിക്കുന്നോ കൂടെ എന്ന്. അപ്പം ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, എനിക്കും അറിയാം, എനിക്ക് ഒരു അവസരം തരൂ എന്ന്. അങ്ങനെ തുടങ്ങി. കൂട്ടം എല്ലാവരും വായിച്ചു. പക്ഷെ നേതാവും വായിച്ചു. നേതാവിൻ്റെ തൊട്ടടുത്തിരുന്ന് ചട്ടമ്പി സ്വാമികളും വായിച്ചു. എന്നാൽ ചട്ടമ്പി സ്വാമികൾ വായിച്ചതിൻ്റെ തുല്യം വന്നതേയില്ല അവരുടെ നേതാവ് വായിച്ചതിൽ. കാരണം ചട്ടമ്പി സ്വാമികൾ ഒരുപാട് ഇംപ്രൊവൈസേഷൻസ് അതിൽ നടത്തി. അതുമാത്രമല്ല, ആ ഒരു ഒഴുക്കുണ്ടല്ലോ, സുന്ദരമായ ഒഴുക്ക് അതിലൂടെ വന്നു എന്നാണ്. അവസാനം ഉത്സവത്തിൻ്റെ ഈ ചെണ്ടകൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ നേതാവ് വന്ന് പറഞ്ഞു, എങ്ങനെ സാധിച്ചു ഇതൊക്കെ, ആരുടെ നിന്നാ പഠിച്ചേ? അപ്പോൾ ചട്ടമ്പി സ്വാമികൾ വിളിച്ചാൽ ഞാൻ ആരുടെ നിന്നും പഠിച്ചിട്ടില്ല, അതങ്ങനെ തന്നെ വന്നതാണ്. എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ട് അതിനും അപ്പുറമുള്ള സത്യത്തിന് അറിഞ്ഞു കഴിഞ്ഞാലോ എല്ലാം തനിയെ നമുക്ക്
വന്നോളും. കാരണം എല്ലാം മനസ്സിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. മനസ്സെന്ന ഉപകരണം വെച്ചുകൊണ്ടാണല്ലോ. അപ്പം അതിനെ ട്യൂൺ ചെയ്തെടുക്കാൻ, ഏകാഗ്രമാക്കാൻ, ഏത് വിദ്യ കരസ്ഥമാക്കാനും മനസ്സിന് ഏകാഗ്രതയാണല്ലോ ആവശ്യം. അത് പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ട് എളുപ്പത്തിൽ വരികയും ചെയ്യും. അപ്പോൾ വിദ്യാനാം രാജ, രണ്ടുപേർക്കും, ഗണേശനും അത് തുല്യമാണ്, ചട്ടമ്പി സ്വാമികൾക്കും അത്. പക്ഷെ ഏത് വിദ്യ നേടിയെടുക്കണമെങ്കിലും ശ്രദ്ധ വേണം, വിശ്വാസം വേണം. ഇപ്പൊ ഗണേശൻ വിദ്യകളുടെ എല്ലാം പ്രതിനിധിയാണ് എന്ന് നമ്മൾ കണ്ടു. ഗണേശന്റെ അച്ഛനും അമ്മയും പാർവതി പരമേശ്വരന്മാര്. നമ്മുടെ തുളസി രാമായണത്തില് തുളസീദാസ് ജി പറയുന്നു, പാർവതി പരമേശ്വരന്മാര് ശ്രദ്ധയും വിശ്വാസത്തിന്റെയും പ്രതീകങ്ങളാണ്. എന്താണ്? ശ്രദ്ധ വിശ്വാസ രൂപിണവും പാർവതി പരമേശ്വരന്മാര്. ശ്രദ്ധയും വിശ്വാസവുമാകുന്ന പാർവതി പരമേശ്വരനിൽ നിന്നും ആര് ജനിച്ചു? വിദ്യയാകുന്ന, വിദ്യാസ്വരൂപമായിട്ടുള്ള ഗണേശൻ വന്നു. അപ്പൊ ശ്രദ്ധയിൽ നിന്നും എന്ത്? അറിവ്. ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇതെന്താണ്? മൂക്ക്. ഉറപ്പാണോ? മൂക്ക് തന്നെയല്ലേ? എല്ലാവരും മൂക്കുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണേ. ഇത് മൂക്കാണ് എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഇത് മൂക്കാണ് എന്ന് എനിക്ക് വിശ്വാസം. ശരി, ഇനി അടുത്തൊരു ചോദ്യം. അപ്പൊ അടുത്ത ചോദ്യത്തിന് കൈ പൊക്കരുത് കേട്ടോ. ആദ്യം പക്ഷെ ചോദ്യം എന്താന്ന് പറയുമോ, എന്നാലല്ലേ അറിയുള്ളൂ അല്ലേ? ശരി, അടുത്ത ചോദ്യം. ഇത് മൂക്കാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആയി അല്ലേ? ശരി, ഇനി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇത് മൂക്കാണെന്നാണ് വിശ്വാസം. മൂക്കാണെന്ന് അറിയാം. എന്താണ് രണ്ടിനും തമ്മിലെ വ്യത്യാസം? ഒന്നിന് ഉറപ്പുണ്ടല്ലേ? ഉറപ്പുണ്ട്. മൂക്കാണെന്ന് അറിയാം, വിശ്വാസത്തിൽ ഉറപ്പില്ല. വിശ്വാസത്തിൽ ഉറപ്പില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു അതിഥി വരികയാണ്, അപ്പം മക്കളുണ്ട്. അപ്പം ആ അതിഥിയുടെ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ്? ഇതാണ് എൻ്റെ മോൻ എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണോ പറയാ? വിവരം അറിയല്ലോ അല്ലേ? ഇതാണ് എൻ്റെ ഭർത്താവ് എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞു പരിപാടിയല്ലേ? അപ്പൊ വിശ്വാസവും അറിവും തമ്മിൽ വ്യത്യാസം കണ്ടോ? പക്ഷേ ചെറുതിലേ നിങ്ങൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ, ഇപ്പൊ 1 വയസ്സിന് താഴെയുള്ള കുട്ടിയാകുമ്പോൾ ഈ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലെ, മോനെ ഇതെന്താണ്? മൂക്ക്. ഇതെന്താണ്? ചെവി. ഇതെന്താണ്? കണ്ണ്. അപ്പൊ വിചാരിക്കുക, ഒരമ്മ ജ്യോതിഷന്റെ അടുത്ത് പോയി. അപ്പൊ ജ്യോതിഷൻ പറയാണ്, നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ശത്രുവാണ് ഇപ്പൊ നിങ്ങൾക്ക് മകനായിട്ട് വന്നിരിക്കുന്നത്. എന്ത് പറയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയൊന്നും സംഭവിക്കില്ല, വെറുതെ. ഓ, ശത്രുവാണല്ലേ? അത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഇവനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കണ്ണാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ എന്തറിവായിരിക്കും ഉണ്ടാവുക? ഇതെന്താണ്? കണ്ണാണെന്ന് പറയുമല്ലോ അല്ലേ? അപ്പൊ ശരിക്കും നമുക്ക് നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ എല്ലാ ശരീര അംഗങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. മറ്റുള്ള കാര്യമാണ്, ഇത് ഫാനാണ്, അത് മൈക്കാണ് ഒക്കെ പറഞ്ഞു തന്നു അല്ലേ? നമുക്ക് അച്ഛനമ്മമാരുടെ വാക്കിൽ വിശ്വാസമുണ്ട്. അവരെൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എനിക്ക് നല്ലതേ ശരിയേ എനിക്ക് പറഞ്ഞു തരുവുള്ളൂ. അതുകൊണ്ട് ശരിയായ ജ്ഞാനം കിട്ടി. എന്താണ്? ഇത് മൂക്കാണ് എന്നുള്ളത്. അപ്പോൾ വിശ്വാസത്തിലൂടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അറിവുണ്ടാവുള്ളൂ. ഇതിന് ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികൾ, മക്കൾ സ്കൂളിലൊക്കെ പഠിക്കുമല്ലോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മക്കളോട് ചോദിച്ചു നോക്കുക, ഏത് ടീച്ചറാണ് ഏറ്റവും ഇഷ്ടം? ഏത് ടീച്ചറെ ഇഷ്ടമേ അല്ല? രഹസ്യമായിട്ട് ചോദിക്കണം. അപ്പം ഇഷ്ടമേ അല്ല. എന്തുകൊണ്ടാണ് ഇഷ്ടമേ അല്ല? അവർ പഠിപ്പിക്കുന്ന രീതിയൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന എന്താണോ അതൊന്നും തലയിൽ കയറില്ലല്ലേ? എന്തുകൊണ്ടാണ് കയറാത്തെ? അവരിൽ ഇഷ്ടമില്ല, അവരിൽ വിശ്വാസമില്ല. അതുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന വിഷയം നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല. അപ്പോൾ കണ്ടോ, വിശ്വാസത്തിനും അറിവിനും തമ്മിലുള്ള ബന്ധം കണ്ടോ? കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കൂ, ഏത് വിഷയം ഏറ്റവും ഇഷ്ടമല്ലാത്ത വിഷയം? എനിക്ക് മാത്സ് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ അറിയാം, ആ ടീച്ചർ ഇഷ്ടമല്ല. ടീച്ചർ ഇഷ്ടമുള്ള ടീച്ചറാണെങ്കിൽ അവർ എന്ത് പഠിപ്പിച്ചാലും അത് ഉള്ളിലേക്ക് കയറിക്കോളും. അവരിലുള്ള ആ ഒരു സ്നേഹിക്കുന്നവർ നമ്മൾ വിശ്വസ്തരായിരിക്കുമല്ലോ. അതുകൊണ്ട് അത് ഉള്ളിലേക്ക് കയറും. അതുകൊണ്ട് എന്ത് വേണം? ശ്രദ്ധ, അറിവ്. ഗണേശൻ അറിവിൻ്റെ സ്വരൂപമാണ്.
അറിവ് എവിടെ നിന്നാ വരുന്നത്? ശ്രദ്ധ, വിശ്വാസം. പാർവതി പരമേശ്വരന്മാര് ശ്രദ്ധയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകങ്ങളാണ്. നമുക്ക് ചട്ടമ്പി സ്വാമികളിലേക്ക് വരാം. ഒരു 2 സംഭവങ്ങൾ മാത്രം പറയാം. ശ്രദ്ധ. സ്വാമികളുടെ ജന്മസ്ഥലമാണല്ലോ ഇത്. ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ കൊല്ലൂർ മഠം. അവിടെ കുട്ടികളൊക്കെ പഠിച്ചിരുന്നുവല്ലോ. അപ്പോൾ ഒരിക്കൽ ഈ കൊല്ലൂർ ക്ഷേത്രത്തിൽ ഒരു സന്യാസി വന്നിട്ട് പൂജകളൊക്കെ ചെയ്തിട്ട് അവിടെ അനുഷ്ഠാനത്തോടു കൂടി ഇരുന്നു. അപ്പോൾ സ്വാമികൾ കണ്ടു അദ്ദേഹത്തിന് പരിചരിക്കുകയൊക്കെ ചെയ്തു. സ്വാമികൾക്ക് ചെറുപ്പം മുതലേ ഈ ഉത്കൃഷ്ടമായ ആ ആത്മസാക്ഷാത്കാരം, ഈശ്വരനെ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ട്. വേറെ ആരും അങ്ങനെ അടിച്ചേൽപ്പിച്ചതല്ല, പക്ഷെ ഉള്ളിലേ ഉണ്ട്. പൂർവ്വജന്മത്തിലുള്ള ആ ഒരു ഇതായിരിക്കാം, തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം. അപ്പം ഈ സന്യാസിയെ കാണുമ്പോൾ തന്നെ ഒരു മഹാത്മാവ്, അദ്ദേഹത്തിൻ്റെ ഈ ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം എഴുതിയ ഒരു KPN മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി. അപ്പം അദ്ദേഹം പറയാണ്, ചട്ടമ്പി സ്വാമികളെ സന്യാസിമാരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു കൊതിയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എന്നിട്ട് അവർ നടന്നു പോകുമ്പോൾ കുറച്ച് ദൂരം അവരുടെ കൂടെ പിന്നാലെ ഇങ്ങനെ പോകുന്നു. നമുക്ക് ആരെയാണോ നമ്മൾ ആദർശമായിട്ട് കാണുന്നത് അവരെ നമ്മൾ നോക്കി ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമല്ലോ അല്ലേ. ഈ സന്യാസി ആകണം എന്ന ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യും? സന്യാസിമാരെ കാണുമ്പോൾ അവരെ തന്നെ നോക്കിയിരിക്കുമല്ലോ. അതേപോലെ സന്യാസിമാർ വന്നു കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നു, എന്തോ ഒരു ആകർഷണം. ഈ ഒരു സന്യാസി കൊല്ലൂർ ക്ഷേത്രത്തിൽ വന്നപ്പം ആ സ്വാമികളെ പരിചരിച്ചു, സേവ ചെയ്തു, ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടുകൂടി. എന്നിട്ട് ആ സന്യാസി പോകുന്നതിന് മുൻപ് സ്വാമികൾക്ക് ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. അപ്പം ആ മന്ത്രം ചൊല്ലി സ്വാമികൾക്ക് വലിയ ഉള്ളിൽ ശക്തി ഉണ്ടായെന്നാണ്. പിന്നീടാണ് അദ്ദേഹം ഷൺമുഖദാസൻ എന്ന പേരിലും കൂടി അറിയപ്പെട്ടത്. ആര്? ചട്ടമ്പി സ്വാമികൾ. അപ്പം ആ മന്ത്രവും ജപം, ആ ജപത്തിലൂടെ ഒരുപാട് ഉള്ളിലുള്ള സിദ്ധികളൊക്കെ ഉണർന്നു വന്നു എന്നാണ്. അതായത് ശമനമില്ലാത്ത രോഗങ്ങൾ, മാറാ രോഗങ്ങൾക്ക് പോലും ഒരു ശമനം ആ മന്ത്രത്തിൻ്റെ സിദ്ധിയിലൂടെ അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ അദ്ദേഹം സിദ്ധികളൊന്നും കുറച്ച് കാണിച്ചില്ല കേട്ടോ. അതാണ് ഒരു മഹാത്മാവിൻ്റെ ഗുണം. വേണമെങ്കിൽ നമ്മൾ സിദ്ധികളൊക്കെ കാണിച്ച് എല്ലാവരെയും ഇങ്ങനെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ധാരണ എന്താണ്? ഇതൊന്നും പ്രദർശിപ്പിക്കാനുള്ളതല്ല. ആ ഉള്ളിൽ തോന്നി നമുക്ക് ആ ഭഗവാനോട് ആകർഷണം തോന്നണം എന്നായിരുന്നു. അപ്പം പറയാൻ വന്നത്, ആ മഹാത്മാവിൽ, സന്യാസിയിൽ ശ്രദ്ധ, വിശ്വാസം ഉള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് നൽകി? ബാലസുബ്രഹ്മണ്യ മന്ത്രം നൽകി. ആ മന്ത്രം തന്നെയാണ് ആധ്യാത്മിക മാർഗത്തിൽ ഒരു നല്ലൊരു മുന്നേറ്റം ഉണ്ടായി എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് തന്ത്രശാസ്ത്രം, ഒരുപാട് വിദ്യകളൊക്കെ കരസ്ഥമാക്കി. അതിനുശേഷം ഏറ്റവും ഉള്ളിലെ ഒരു തൃപ്തി തോന്നുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ, ഈശ്വരസ്വരൂപനായ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ അറിയുമ്പോഴാണല്ലോ. അപ്പം അതിനുള്ള വ്യഗ്രതയാണ്. അപ്പോൾ പരിവ്രാജനം ചെയ്യായിരുന്നു അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഒരു കാടും പ്രദേശത്ത് ഇങ്ങനെ അതിലൂടെ പരിവ്രാജനം ചെയ്യുന്ന സമയത്ത് ഒരു ഭിക്ഷക്കാരനെ കണ്ടു. ആര്? ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഭിക്ഷക്കാരനെ കണ്ടു. ഭിക്ഷക്കാരൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഉത്സവ സമയത്തൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് എച്ചിലിലകൾ കൊണ്ടിടുമല്ലോ, വേസ്റ്റ്. അപ്പം അവിടെ നിന്ന് അതിന് നക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ആരുമുണ്ട്? ഒരുപാട് നായികളും ഉണ്ട്. പക്ഷെ ഒരു അറപ്പും തോന്നാതെ നായികൾ സ്വന്തം കുട്ടികളെ പോലെ തന്നെ കരുതി കൊണ്ട് ആ ഭിക്ഷക്കാരൻ ഉള്ളിൽ ഒരു ചലനമില്ലാതെ അങ്ങനെ കഴിക്കുകയാണ് ഭക്ഷണം. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് കല്ലെറിയാൻ തുടങ്ങി. നമുക്കും അങ്ങനെയാണോ തോന്നുക അല്ലേ? ഭിക്ഷക്കാരനൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ ഒന്ന് ചൊറിയാൻ ഒരു പ്രവണതയാണല്ലോ. അപ്പോൾ കല്ലൊക്കെ എറിഞ്ഞപ്പോഴത്തേക്കും ആ കല്ല് എറിഞ്ഞത് ഒന്നും ശ്രദ്ധിക്കാതെ ആ ഭിക്ഷക്കാരനും അങ്ങനെ തന്നെ നക്കിക്കൊണ്ടിരുന്നു. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള നായികളും. പൊതുവെ ഈ തെരുവ് നായികളൊക്കെ നമ്മൾ ഒന്ന് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് നല്ലോണം നമുക്ക് തന്നു വയ്ക്കുമല്ലോ. പക്ഷേ ഈ നായികളൊന്നും ചെയ്തില്ല എന്ന്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ കണ്ട പാടെ തന്നെ മനസ്സിലായോ, ഇദ്ദേഹം വലിയൊരു മഹാത്മാവാണ്. ഈ ഭിക്ഷക്കാരൻ ശ്രദ്ധിച്ചു, ചട്ടമ്പി സ്വാമികൾ ഇദ്ദേഹത്തിനെ നോക്കിയിരിക്കുന്നുണ്ട്. മെല്ലെ നടക്കാൻ തുടങ്ങി കേട്ടോ. ഇദ്ദേഹം സ്പീഡിൽ നടക്കാൻ തുടങ്ങി. നമ്മുടെ ചട്ടമ്പിയുടെ മുൻ ആശ്രമം പേര് കുഞ്ചൻ പിള്ള എന്നാണല്ലോ. കുഞ്ചൻ പിള്ളയും പിന്നാലെ ഓടാൻ തുടങ്ങിയെന്നാണ്. അദ്ദേഹം നല്ല സ്പീഡിൽ ഓടി ഭിക്ഷക്കാരൻ. ഇദ്ദേഹം ഓടുകയാണ്, കാരണം ഇദ്ദേഹം മഹാത്മാവാണ്. അപ്പം എന്നെ ആ ഒരു ആത്മസാക്ഷാത്കാരന്റെ തലത്തിലേക്ക് നയിക്കാൻ ഇദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ. ആ ശ്രദ്ധയും വിശ്വാസവും സ്നേഹവും തോന്നിയത് കൊണ്ടാണ് പിന്നാലെ പോയത്. പെട്ടെന്ന് ആ ഭിക്ഷക്കാരൻ അപ്രത്യക്ഷമായി.
കാടിൻ്റെ ഉള്ളിലേക്ക് ഏതോ മരത്തിൻ്റെ ഇതിലേക്ക് പോയിട്ട് അപ്രത്യക്ഷനായി. അപ്പോൾ ഈ ഓടി തളർന്നതുകൊണ്ട് അവശനായി ബോധം കെട്ട് വീണു. നമ്മുടെ കുഞ്ചൻ പിള്ള ബോധം കെട്ട് അവിടെ വീണു. പക്ഷെ ഉള്ളിൽ ആ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഭിക്ഷക്കാരൻ ശരിക്കും ഒരു വലിയൊരു അവധൂതനായിരുന്നു. ആ അവധൂതൻ വിചാരിച്ചു, എന്നെ അന്വേഷിച്ചു വന്നുവല്ലോ, നല്ല പാത്രമാണ്. പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പാത്രമല്ല, ഈ അധ്യാത്മവിദ്യ ആ ഒരു ഉത്കൃഷ്ടമായ ഒരു തലം കൊടുക്കാൻ പറ്റിയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് ഒന്ന് തലോടി എന്നാണ്. കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്കും എന്താ കണ്ടത്? ഒരു വലിയൊരു തേജപുഞ്ചമാണ് കണ്ടത്. നമ്മുടെ കുഞ്ചൻ പിള്ള ഒരു പ്രകാശമാണ് കണ്ടത് എന്ന്. പിന്നീട് ഒരുപാട് ഉയരങ്ങളിലുള്ള ആധ്യാത്മിക തത്വങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയാൻ വന്നത്, ശ്രദ്ധ വിശ്വാസം എവിടെയുണ്ടോ അവിടെ അറിവ് തനിയെ വരും എന്ന്. അപ്പോൾ പാർവതി പുത്ര ഗജാനന. അടുത്ത വരിയിലേക്ക് ഒരു ബ്രേക്ക് വേണോ? വെള്ളം കുടിച്ച് ബാത്റൂമിൽ പോകാൻ എത്രയാ സമയം? 11:20. ശരി, ഒരു 10 മിനിറ്റ്. അടുത്ത ഒരു ഇതും കൂടി കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് തരാം. മൂഷക വാഹന ഗജാനന. മൂഷക വാഹന കുഞ്ഞ് എലിയാണല്ലേ മൂഷക വാഹന. ഈ എലി എന്ന് പറയുമ്പോൾ ശരിക്കും ഈ എലിയുടെ പൂർവാശ്രമം, എലിക്ക് ഒരു പൂർവാശ്രമമുണ്ട്. എലി സന്യാസിയാണ്. ആരുടെ എലി? ഗണേശന്റെ വാഹനമായ എലി. അത് ബെൻസ് കാറിനെക്കാട്ടിലും സ്പീഡായിട്ട് പോകും. ഇപ്പൊ ബെൻസ് ഒന്നും അല്ല കേട്ടോ. ഇപ്പോഴത്തെ കാർ എന്താണ്, അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇപ്പോഴത്തെ പുതിയ പുതിയ മോഡൽ കാറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനേക്കാട്ടിലും ഖേമനാണ് ആര്? നമ്മുടെ ഈ കുഞ്ഞ് മൂഷകൻ. മൂഷകൻ പൂർവാശ്രമത്തിൽ മൂഷകാസുരനായിരുന്നു, ഒരു അസുരനായിരുന്നേ, മൂഷകാസുരൻ. എല്ലാ സ്ഥലത്തും മൂഷകൻ എങ്ങനെയാണ്? നേരിട്ട് പോയി ചോദിച്ചു വാങ്ങിയൊന്നും കഴിക്കില്ല, എല്ലായിടത്തും പോയിട്ട് കറ്റ് തിന്നാണല്ലോ അല്ലേ. ഇപ്പൊ എന്തൊക്കെ സ്ഥലം കണ്ടോ അതിലൊക്കെ ഈ ചാക്ക് അരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ മെല്ലെ ചെറിയൊരു ഓട്ടം മതി, എന്നിട്ട് അതിൽ നിന്ന് എല്ലാം കരസ്ഥമാക്കുമല്ലോ അല്ലേ. കുഞ്ഞാണെങ്കിലും സർവനാശം വിധിക്കാൻ അതിന് കഴിവുണ്ട്. അപ്പൊ ഈ യജ്ഞശാല യാഗശാലയിലൊക്കെ ഈ യോഗിമാര് ഋഷിമാരൊക്കെ യാഗമൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പോയി യാഗസാമഗ്രികളൊക്കെ അടിച്ചു മാറ്റും. ഭക്ഷണം നൈവേദ്യമായിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഫലങ്ങൾ എല്ലാം അടിച്ചു മാറ്റും. അങ്ങനെ ഋഷിമാർക്കൊക്കെ സങ്കടമായി. എന്നിട്ട് ഋഷിമാർ പോയിട്ട് ഗണേശനോട് പോയി പരാതി പറഞ്ഞു. അപ്പോൾ ഗണേശൻ പറഞ്ഞു, ഞാനൊന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗണേശൻ എന്ത് ചെയ്തു? ആദ്യം ഒബ്സർവ് ചെയ്യണമല്ലോ അല്ലേ. നമ്മുടെ ഉള്ളിലും ഒരു മൂഷകനുണ്ട്, മനസ്സിൽ ആഗ്രഹമാകുന്ന മൂഷകൻ. ആഗ്രഹത്തിന് ഒരു അന്ത്യമില്ലല്ലോ അല്ലേ. 10 ലഭിച്ചാൽ 100 ദാഹം, 100 മോഹം, 1000 10,000 ആശയ്ക്കുലകിതിൽ അളവുണ്ടാമോ? ആശയ്ക്ക് ഒരു അളവില്ലല്ലേ. 10,000 ആയിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള രംഗത്തിൽ കയറണം അല്ലേ, അവിടെ നിന്നും കാശടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആഗ്രഹം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, കുഞ്ഞാഗ്രഹമായിരിക്കും. എനിക്കൊരു കൊച്ചു കുട്ടി ജനിക്കണം, കുട്ടിയായി കുട്ടി വലുതാവണം, കുട്ടി സ്കൂളിൽ പോകണം, പിന്നെ കുട്ടി വലുതായി കുട്ടി കോളേജിൽ പോകണം, കുട്ടിക്ക് ജോലി കിട്ടണം, പിന്നെ കുട്ടിക്ക് കല്യാണം കഴിയണം, പിന്നെ കുട്ടിയുടെ കുട്ടി ഉണ്ടായി, ആ കുട്ടിയുടെ കുട്ടി നോക്കണ്ടേ, അയ്യോ ആ കുട്ടിയുടെ കുട്ടി, ആ കുട്ടിയുടെ 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 കുട്ടി, അങ്ങനെ പോകുമല്ലോ അല്ലേ. അപ്പോൾ ആഗ്രഹം നമുക്ക് പറയാനേ പറ്റില്ല, അതിനൊരു അന്ത്യമേ ഇല്ല എന്ന് പറയും. അത് മാത്രമല്ല ഉള്ളിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത് എത്ര ജന്മജന്മാന്തരങ്ങളായിട്ട് ഇതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലേ. ജനിക്കുക, ഇത് ചെയ്യുക, അങ്ങനെ സ്ഥിരം ഇത് തന്നെയാണ്. എത്ര ജന്മങ്ങളായിട്ടാണ് ഈ ആഗ്രഹം ഇങ്ങനെ തന്നെ. എന്നിട്ടും അതിനൊരു അന്ത്യം വരുന്നുണ്ടോ? ഇല്ല. ഓരോ ജന്മം വരുമ്പോൾ പുതിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു ദേവിയുടെ ഒരു സ്തുതിയിൽ പറയുന്നുണ്ട്, പേറ്റ നോവുറ്റമറ്റം പക്ഷേ സദാ പെറ്റുകൂട്ടുന്നു പറ്റം, ചെറ്റത്തം യോഗ്യത പോൽ തോന്നിപ്പിക്കും നിൻലീല തന്നെ ലീല. പേറ്റ നോവുറ്റമറ്റം പക്ഷേ സദാ പെറ്റുകൂട്ടുന്നു പറ്റം, ചെറ്റത്തം യോഗ്യത പോൽ തോന്നിപ്പിക്കും നിൻലീല തന്നെ ലീല. കാളി മഹേശ്വരിയെ ജഗന്മാതെ കൈതൊഴാം എൻ്റെ അമ്മേ, നിൻതീരു ചിന്ത ചിന്തും എന്തോ വരും അടുത്ത വരി. അപ്പോൾ പറയുന്നത് എന്താണ്? നമ്മുടെ ദേവന്മാരൊക്കെ പറയും, അയ്യേതാ മനുഷ്യൻ കണ്ടോ, ജനിക്കുന്നു, അത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അങ്ങനെ തന്നെ പോകുന്നു, എത്ര ജന്മാന്തരങ്ങളായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം അതിന് മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഒന്ന് സാധനം ഉണ്ടല്ലോ, ബുദ്ധിയല്ലേ, അത്
വെച്ചിട്ട് ഓർത്തു നോക്കണം, ഇതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ്? ആഗ്രഹങ്ങളുടെ അമ്മയുണ്ട് കേട്ടോ. ആ ആഗ്രഹങ്ങളുടെ അമ്മയില്ലേ? എല്ലാത്തിനും അമ്മയുണ്ടല്ലോ അല്ലേ? അപ്പൊ ആഗ്രഹം പറയാനോ, എനിക്കും ഒരു അമ്മ ഉണ്ട് കേട്ടോ. ആ അമ്മയെ പിടിച്ചു കഴിഞ്ഞാൽ അത്യാഗ്രഹമല്ല. നമുക്ക് പൊതുവെ തോന്നും ആഗ്രഹങ്ങളുടെ അമ്മ എന്ന് പറയുമ്പോൾ അത്യാഗ്രഹമായിരിക്കും അല്ലേ? സങ്കല്പം. ആഗ്രഹങ്ങളുടെ അമ്മ. എന്തിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട് ആഗ്രഹം പൂർത്തിയായി കഴിഞ്ഞാൽ സന്തോഷം തോന്നുമല്ലോ അല്ലേ? അപ്പം എനിക്ക് മൂകാംബികയിൽ പോയി ധ്യാനം ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ വന്നു. അപ്പം അത് കഴിയുന്നത് വരെ ഒരു ഇരിക്ക് പുറത്തി ഉണ്ടാവില്ല അല്ലേ? തകിടം മറിക്കും നമ്മൾ വീട് മുഴുവൻ. എനിക്ക് പോയി തന്നെ എനിക്ക് പോയി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി വരുമ്പോഴത്തേക്കോ ഒരു സന്തോഷം, ഒരു തൃപ്തി അല്ലേ? സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ആഗ്രഹം? ആഗ്രഹവും സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പം ഫാനില്ല, ചൂടാണല്ലോ, ചൂടാണെന്നുള്ളൊരു അല്ലേ? ചൂട് ദുഃഖമാണല്ലോ, അതുകൊണ്ട് ചൂടില്ലാതിരിക്കണം. അപ്പം അത് സുഖം. എന്തും സുഖത്തിന് വേണ്ടിയിട്ടാണ്, എന്താഗ്രഹവും സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ആഗ്രഹങ്ങളുടെ അമ്മ സുഖമാണ്. ആഗ്രഹങ്ങളുടെ അമ്മ എല്ലാ ആഗ്രഹങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? സുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആ സുഖം എന്ന ആഗ്രഹമാണ് പ്രധാനപ്പെട്ട ആഗ്രഹം. ആ ആഗ്രഹത്തിനെ നേടിക്കഴിഞ്ഞാലോ പിന്നെ കുട്ടിയാകുന്ന ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. സുഖമാകുന്ന ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും ആവശ്യമില്ല. എന്തുകൊണ്ട്? ആ സുഖമാകുന്ന ആഗ്രഹം, ആ സുഖം തന്നെ കിട്ടി, നമുക്ക് ആനന്ദം തന്നെ കിട്ടിയെങ്കിൽ ആ ആനന്ദത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അതാണ് മൂഷകാസുരൻ. മൂഷകൻ അങ്ങനെ ഇരുന്നു. അപ്പൊ ഗണേശൻ വാച്ച് ചെയ്തു അതിന് എവിടെയൊക്കെ പോകുന്നുണ്ട് കറക്റ്റായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സമയം തക്കം നോക്കി പിടിച്ചു അതിന്. എന്നിട്ട് എന്ത് ചെയ്തു? വെറുതെ ഉപദേശമൊന്നും പോരാ കേട്ടോ, അതിന് ഉപദേശിച്ചാലൊന്നും മതിയാവില്ല. അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. ആലോചിച്ച് നോക്കൂ, ഗണേശൻ വിശാല രൂപനല്ലേ, അതൊരു കുഞ്ഞില്ലി പാവ. അയ്യോ, അത് ശ്വാസം മുട്ടാൻ തുടങ്ങി അതിന്. എന്നിട്ട് ഗണേശൻ വലുതാകാൻ തുടങ്ങി. വലുതായി വെയിറ്റ് ഭാരം കൂടി മൂഷകാസുരൻ പറയാം, അയ്യോ പ്രഭു എന്നെ വിടൂ എന്ന് പറഞ്ഞ് നിലവിളിക്കാണ്. അപ്പം അതാണ് ഗുരു. എങ്ങനെയാണ്? ഭാരമുള്ളവനാണ് ഗുരു എന്ന ശബ്ദത്തിന് ഒരർത്ഥം ഭാരമുള്ളവൻ. നമുക്ക് ഭാരം തോന്നണം. ഒരു ആഗ്രഹം ഉണ്ടായി, ആ ആഗ്രഹം നിറവേറ്റുമ്പോൾ അനുഭവിക്കുന്ന കഷ്ടം ഭാരമായി തോന്നുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇനി ആഗ്രഹം വേണ്ട കേട്ടോ. പലപ്പോഴും തോന്നില്ലേ? ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ട് ആ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടം നമ്മൾ അനുഭവിച്ച് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇനി വേണ്ട കേട്ടോ. പൂരി കഴിക്കണം എന്ന് ആഗ്രഹം. പൂരി മസാലയൊക്കെ സുന്ദരമായിട്ട് വെട്ടി വെഴുങ്ങി, പൂരി, അതെന്താണ്? ചനാപൂരി, വലിയൊരു പൂരി ഉണ്ടാകുമല്ലോ, ആ പൂരി കഴിക്കണം എന്ന് ആഗ്രഹം. അതിൻ്റെ കൂടെ കടലയൊക്കെ കറിയൊക്കെ ചേർത്ത് സുന്ദരമായിട്ട് കഴിച്ചു, ഇവിടെ വരെ കഴിച്ചു. അതിനുശേഷമോ അവിടത്തെ ഹോട്ടലിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിച്ച മുഴുവൻ ലൂസ് മോഷനായി, ഛർദിൽ, മോളിൽ കൂടെയും താഴെ കൂടെയും അല്ലേ? മോളിൽ കൂടെയും താഴെ കൂടെയും. വയറ് പാവം, അതിനൊരു ഇത് വേണ്ടേ, അതിനൊരു റിലാക്സേഷൻ വേണ്ടേ? അപ്പൊ അതെന്ത് ചെയ്യുന്നു? പുറത്താക്കണമല്ലോ. പുറത്താക്കുന്ന ഏതൊക്കെ വഴിയുണ്ടോ അതെല്ലാം. വായി കൂടെ പുറത്തു വരുന്നു, താഴെ കൂടെ പുറത്തു വരുന്നു, മൂക്കി കൂടെ പുറത്തു വരുന്നു, കാതിൽ കൂടെ പുറത്തു വരുന്നു. എല്ലാം കൂടിയായി ഫ്രീ ആകുമ്പോഴത്തേക്കും ഒരു സ്വസ്ഥത അല്ലേ? പിന്നെ തീരുമാനിച്ചു, അയ്യോ ഇനി ചനാപൂരി കാണില്ല, മിണ്ടരുത്, ഇനി അതിൻ്റെ പേര് പറയരുത് എന്ന് നമ്മൾ പറയുമല്ലോ അല്ലേ? അതേപോലെ ആലോചിച്ചു നോക്കണം, അല്ലെങ്കിൽ അനുഭവിക്കണം. ഒന്നില്ലെങ്കിൽ അനുഭവിച്ച് പഠിക്കണം. പറയല്ലോ, അനുഭവം ഗുരു. ചിലർ അനുഭവിച്ച് പഠിക്കും, ചിലർ അനുഭവിക്കേണ്ട. മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിട്ട് അവരങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് ഞാൻ അതിലൂടെ കടന്നു പോകണ്ട, പക്ഷെ നോക്കി ഞാൻ പഠിച്ചോളാം. അതാണ് ഭാരമുള്ളവൻ. അപ്പോൾ ഗണേശൻ കയറിയിരുന്നു മൂഷകന്റെ മേലെ, മൂഷകാസുരന്റെ. അപ്പോൾ ഗണേശൻ പറഞ്ഞു, നീ ഇനി എനിക്ക് വാക്ക് തരണം, നീ ഇനി എന്നോട് ചോദിക്കാതെ ഒരു സാധനം കഴിക്കരുത്, ഭക്ഷിക്കരുത്. ശരി പ്രഭു, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഗണേശൻ താഴെ ഇറങ്ങി നിന്നു. അപ്പോൾ മൂഷകന് എന്തൊരു റിലാക്സേഷനാണ് തോന്നിയല്ലേ? ഭാരം നമ്മുടെ മുകളിലുണ്ടായിട്ട് ആ ഭാരം ഇറക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിശ്രമം. അപ്പം മൂഷകൻ പറഞ്ഞു, ശരി പ്രഭു, ഞാൻ അങ്ങയുടെ ദാസനായി തീർന്നു. അങ്ങനെ മൂഷകാസുരൻ മൂഷകനായി തീർന്നു. ഭക്തമൂഷകൻ എന്ന് പറയാം നമുക്ക്. എന്തുകൊണ്ടാണ്? ആ മൂഷകൻ ഗണേശനെ തന്നെ നോക്കിയിരിക്കും. കയ്യിൽ ലഡ്ഡു ഉണ്ട്, പക്ഷെ കഴിക്കില്ല. ഗണേശനെ നോക്കിയിരിക്കും. എന്നിട്ട് ഗണേശൻ പറയും, കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ സന്തോഷമായിട്ട് അത് കഴിക്കും അല്ലേ? അപ്പൊ ഋഷിമാർക്കൊക്കെ സന്തോഷമായി. എന്തുകൊണ്ട്? ഉപദ്രവം തീർന്നല്ലോ അല്ലേ? അപ്പൊ അതാണ് എന്താണ് നമ്മളിപ്പോ മൂഷകന്റെ കഥയാണല്ലോ പറഞ്ഞതല്ലേ?
അപ്പോൾ ചട്ടമ്പി സ്വാമികളും മനസ്സിലാക്കി എന്താണ്, എല്ലാ ആഗ്രഹങ്ങളുടെയും അമ്മ എന്ന് പറയുമ്പോൾ ആ ആനന്ദസ്വരൂപനായിരിക്കുന്ന ആ ആത്മാവിനെ അറിയലാണ്. അറിഞ്ഞു കഴിഞ്ഞാലോ ഉള്ളിൽ ശാന്തി, സമാധാനം, സന്തോഷം. ഇത് പറയുമ്പോൾ ചിന്മയാനന്ദജി ചട്ടമ്പി സ്വാമികളെ പറ്റി എന്താ പറയുന്നത് എന്നുള്ള ഒരു ചെറിയൊരു നോട്ട്. ചിന്മയാനന്ദജി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 3-4 വയസ്സ് ആയിരിക്കുന്ന സമയത്ത് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ചട്ടമ്പി സ്വാമികൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല വലിയ താടിയാണ് അല്ലേ, വലിയ താടി. ആ രൂപം കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ് ഉളവാക്കുന്നത് അല്ലേ, ഉള്ളിൽ ഒരു ആദരവും ഒരു അത്ഭുതവുമാണ്. അപ്പോൾ ചിന്മയാനന്ദജി പറയാണ്, ഇടയ്ക്കിടയ്ക്ക് ഈ മഹാത്മാവ് വീട്ടിൽ വരുമ്പോഴോ ആ സുഗന്ധപൂർണമായിട്ടുള്ള താടി, വലിയ വെളുത്ത താടിയാണ് എനിക്ക് ഓർമ്മ. എന്നിട്ട് സ്വാമികൾ എന്നെ എടുത്തിട്ട് മാറോട് അണച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നു. എന്നെ നെഞ്ചിൽ, ചെറിയ കുട്ടിയാണ്, 3 വയസ്സ് 4 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ എന്നെ നെഞ്ചിൽ എടുത്തുകൊണ്ട് ഇങ്ങനെ കിടക്കും. എന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ പറയും. എന്നിട്ട് എന്നെ തൂക്കി എടുത്തിട്ട് താടി ഇങ്ങനെ ആക്കുന്നു. രസമാണല്ലോ. കുട്ടികളൊന്നുമില്ലെങ്കിൽ താടി പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമല്ലോ, അപ്പൂപ്പന്മാരുടെയൊക്കെ. ഇല്ലെങ്കിൽ അപ്പൂപ്പന്മാരെന്ത് ചെയ്യും, കുട്ടികളെ പിടിച്ചിട്ട് താടി ഇങ്ങനെ ആക്കുമല്ലോ അല്ലേ, വലിയ താടിയാണല്ലോ അല്ലേ. അപ്പം അതെനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ നെഞ്ചിലുള്ള രോമങ്ങൾ അതും ഓർമ്മയുണ്ട്. നല്ല ഉണ്ട കുഞ്ഞു വയറ്, ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഇതിൽ പറയാണ്, ആ സ്വാമികളുടെ സാന്നിധ്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു ശാന്തി, ആഴമായ ഒരു ശാന്തി, ഒരു സന്തോഷം. അത് ഓർത്തു നോക്കുകയാണെ. പിന്നീട് കാലത്ത് ഒരു 60-65 വയസ്സാകുമ്പോൾ ഏതോ ഒരു പുസ്തക പ്രകാശനത്തിന് എഴുതിയതാണ് ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ചിന്മയാനന്ദജിയുടെ അമ്മ ചോദിക്കുന്നു, സ്വാമികൾ എന്താണ് അവനോട് പറയുന്നത്? കുട്ടിയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഭാഷയിൽ ചട്ടമ്പി സ്വാമികൾ അങ്ങോട്ടും സംസാരിക്കും, അതുപോലെ ആ കുട്ടി എന്തോ ആ കുട്ടികളുടെ ഭാഷയിൽ പറയുന്നു. ഭാഷ നമുക്കറിയില്ലല്ലോ, അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം അമ്മ വന്ന് ചോദിക്കുന്നു, എന്താ നിങ്ങൾ പറയുന്നത് തമ്മിൽ, അവന് മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ തമ്മിലുള്ള ഇടപാടല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അമ്മ പറയുന്നു. ചിന്മയാനന്ദജി പറയാണ്, അതായിരുന്നു എൻ്റെ രഹസ്യമായിട്ടുള്ള ദീക്ഷ, പവിത്രമായിട്ടുള്ള ദീക്ഷ. പിന്നീട് സ്വാമികളുടെ ഗുരു തപോവന മഹാരാജ് ആയിരുന്നു. ഉത്തരേന്ത്യയിൽ തപോവന മഹാരാജും പാലക്കാടിലുള്ള നമ്മുടെ കേരളീയനായിട്ടുള്ള ഒരു മഹാത്മാവായിരുന്നു. പക്ഷെ പിന്നീട് ഉത്തരകാശിയിൽ പോയിട്ട് അവിടെയായിരുന്നു ജീവിതകാലം കഴിച്ചു കൂട്ടിയത്. അപ്പോൾ തപോവൻ മഹാരാജൻ അറിയപ്പെടുന്നത് ഹിമവത് വിഭൂതി എന്നാണ്. ഹിമാലയത്തിലുള്ള വിഭൂതിയായിട്ടായിരുന്നു അറിയപ്പെട്ടത്. അപ്പം ആ തപോവൻ സ്വാമികൾ ചിന്മയാനന്ദജിയുടെ ഗുരു. ചിന്മയാനന്ദജിക്ക് വിദ്യാഗുരുവായിരുന്നു തപോവന സ്വാമികൾ. തപോവന സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ചിന്മയാനന്ദജിയുടെ അടുത്ത്. അങ്ങനെ എൻ്റെ ഗുരുനാഥൻ്റെ വായിൽ നിന്നും ആദരപൂർവ്വം ഞാൻ ചട്ടമ്പി സ്വാമികളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, എൻ്റെ അനുഭവം കൂടി ഉണ്ടല്ലോ, ആ അനുഭൂതി ഞാൻ ഇപ്പോഴും ഓർക്കാണ്. എന്നിട്ട് ആ യോഗികളിൽ യോഗി ശ്രേഷ്ഠനായിട്ടുള്ള ചട്ടമ്പി സ്വാമികൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. അപ്പം ആ സാന്നിധ്യത്തിലുള്ള ആ ഒരു ശാന്തി, ആ ഒരു ആനന്ദം, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ ഭാഷയിൽ പറയണമെങ്കിൽ മഹാത്മാക്കളുടെ ചുറ്റും ആനന്ദം കളിയാടും എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മഹാത്മാക്കളെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണല്ലേ. ഇപ്പം അമൃതാനന്ദമയി അമ്മ, ഹരിദാസ് ജി, അതുപോലെ ശ്രീ രവിശങ്കർജി, സായിബാബ, അവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ നമുക്ക് തോന്നില്ലേ, ആനന്ദം കളിയാടുന്നു. നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനേ നമുക്ക് തോന്നില്ല. അതാണ് അവരുടെ ഒരു മഹത്വം. എന്തുകൊണ്ടാണ് ആനന്ദം ഉള്ളിൽ പൊന്തി വരുന്നത്? മൂഷകാസുരനെ ജയിച്ചിരിക്കുന്നു. ആഗ്രഹങ്ങളുടെ എല്ലാം അമ്മയായ ആ ആനന്ദത്തിനെ സ്വാംശീകരിച്ചിരിക്കുന്നു. ശരി, ഇനി അടുത്ത നാമം മോദകഹസ്ത ഗജാനന. ഒരു സംശയം വന്നായിരുന്നു, മൂഷകനാണോ മൂഷികനാണോ? സംസ്കൃതത്തിൽ രണ്ടും ശരിയാണ്. മൂഷകഹ മൂഷികഹ രണ്ടും ശരിയാണ്. മലയാളത്തിൽ മൂഷികഹ എന്നേ ശരിയുള്ളൂ തോന്നുന്നു അല്ലേ. പക്ഷെ ഇത് സംസ്കൃതത്തിലുള്ള പാട്ടാണ്. പാഹി പാഹി ഗജാനന. പാഹി സംസ്കൃതമാണല്ലോ, സംസ്കൃതത്തിൽ രണ്ടും ശരിയാണ്. അപ്പം ഇത് നോട്ട് ചെയ്ത് വെക്കണേ. മൂഷകഹ മൂഷികഹ രണ്ടും ശരിയാണ്. പടത്തിലേക്ക് കിടക്കാം. മോദകഹസ്ത. മോദകഹസ്ത ഗജാനന. മോദകൻ കയ്യിലല്ലേ. നമ്മൾ മുകളിൽ 2 കൈകളിൽ പാശം അങ്കുശം നമ്മൾ കണ്ടു. താഴെയുള്ള കൈകളിൽ ഒന്നിൽ അഭയ മുദ്ര, മറ്റേതിൽ ലഡു.
ഓ, ലഡുവിനെ പറ്റി പറയല്ലേ, ഇപ്പം നല്ല വിശന്ന് പരിഞ്ഞിരിക്കുകയാണ്, ലഡു കഴിക്കാൻ തോന്നുന്നു അല്ലേ. നല്ല ലഡു, അതായത് നമ്മൾ A2 പശുവിൽ നിന്നും, A2 പശു, പേവൻ പശു ഒക്കെ ഉണ്ടല്ലോ അല്ലേ, നല്ല പശുവിൻ നെയ്യ് കൊണ്ട് ഉണ്ടാക്കിയ, പശുവിൻ്റെ പാലിൽ നിന്നും നെയ്യ് എടുത്തിട്ട് ആ നെയ്യിലുണ്ടാക്കിയ ലഡു, അതും പഞ്ചസാര ലഡു അല്ല, ശർക്കരയിൽ ഉണ്ടാക്കിയ ലഡു. അപ്പം എന്ത് സ്വാദായിരിക്കുമല്ലോ അല്ലേ. അപ്പം അങ്ങനത്തെ ഉള്ള മോദത്തിനെ തരുന്നത്, അതാണ് മോദക എന്ന് പറയുന്നത്. മോദത്തിനെ തരുന്ന ലഡുവാണ് ഗണേശൻ കയ്യിൽ വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആവശ്യം സന്തോഷമാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആഗ്രഹങ്ങളുടെ എല്ലാം അമ്മ എന്താണ്? സന്തോഷം, സുഖം. അതാണ് ഗണേശൻ തരുന്നത്. അതെങ്ങനെ തരുന്നു? വിനയപൂർവ്വമാണ് തരുന്നത്. ഇനി ഞാൻ ഇപ്പോൾ ഒരു കണ്ണട കവർ ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് ഞാൻ കൊടുക്കുകയാണ്. സാധാരണ നമ്മളിങ്ങനെ കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ കൊടുക്കുമ്പോൾ വാങ്ങുന്ന ആൾ ഇങ്ങനെ വാങ്ങിക്കുക അല്ലേ. അപ്പം പൊതുവെ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളുടെ കൈ മുകളിലും വാങ്ങുന്ന ആളുടെ കൈ താഴെയാണല്ലോ. അപ്പോൾ കൊടുക്കുന്ന ആൾക്ക് ഞാൻ ഈ കോളറില്ല കേട്ടോ, ഞാൻ വലിയ ആള്, വാങ്ങുന്ന ആള്. പക്ഷെ ഇവിടെ ഗണേശൻ എങ്ങനെ കൊടുക്കുന്നു? ഇപ്പോൾ കൊടുക്കുന്ന ആൾ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. കൊടുക്കുന്ന ആൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ വാങ്ങുന്ന ആള് ഇങ്ങനെ വാങ്ങാൻ പറ്റുമോ? തൊടാൻ പറ്റില്ലല്ലോ അല്ലേ. അതുകൊണ്ട് മുകളിൽ വേണമല്ലോ. അപ്പോൾ കൊടുക്കുന്ന ആളുടെ കൈ താഴെ വരുമ്പോൾ വാങ്ങുന്ന ആളുടെ കൈ സ്വാഭാവികമായിട്ട് മുകളിൽ വരണം. അപ്പൊ നമുക്ക് വിനയത്തോടു കൂടി കൊടുക്കുകയാണെന്നല്ലേ. ഗണേശൻ എന്താ നൽകുന്നത്? മോദകം നൽകുന്നു, സന്തോഷത്തിനെ നൽകുന്നു. പക്ഷെ എങ്ങനെയാണ്? വിനയത്തോടു കൂടി. ഞാനേ നൽകുന്നില്ല, അങ്ങനത്തെ ഏറ്റവും താഴ്ന്നുള്ള ഭാവം എന്ന് പറയാം. പക്ഷെ അത് ഉത്കൃഷ്ടമായ ഒരു ഭാവമാണ്. അങ്ങനെയാണ് തരുന്നത്. എല്ലാവർക്കും സന്തോഷമാണല്ലോ ആവശ്യം. സന്തോഷം പല പല തരത്തിലുണ്ട്. നമ്മുടെ ഭഗവത്ഗീതയിൽ 18ാമത്തെ അധ്യായത്തിൽ നോക്കുകയാണെങ്കിൽ സന്തോഷം 4 തരമുണ്ടെന്ന് പറയാം. ഒന്ന് താമസികമായിട്ടുള്ള സന്തോഷം, രണ്ടാമത്തത് രാജസീകമായിട്ടുള്ളത്, മൂന്നാമത്തത് സാത്വികമായിട്ടുള്ളത്, നാലാമത്തതോ ഗുണാതീതമായിട്ടുള്ള സന്തോഷം, ഗുണങ്ങൾക്കും അപ്പുറമുള്ള സന്തോഷം. താമസികമായിട്ടുള്ള സന്തോഷം എന്താണ്? മറ്റുള്ളവരെ ഉപദ്രവിക്കുക, പിച്ച, മാന്തുക, കൂത്തുക, കൊല ചെയ്യുക, അതിലൊരു സന്തോഷം ഉണ്ടല്ലേ, അതുകൊണ്ടാണോ അത് ചെയ്യുന്നതല്ലേ, ഇല്ലേ? അത് താമസികമായിട്ടുള്ള സന്തോഷം. രാജസികമായിട്ടുള്ള സന്തോഷമോ എനിക്ക് പേരും പുകഴും പ്രശസ്തി, ഞാൻ എനിക്ക്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല, പക്ഷെ എനിക്ക് എല്ലാം. അതാണ് രാജസികമായിട്ടുള്ള സന്തോഷം. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊക്കെ വിശദമായിട്ട് ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ മാത്രമല്ല, ഏത് ആധ്യാത്മികമായിട്ടുള്ള ശാസ്ത്രം നോക്കിയാലും ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീടോ മൂന്നാമത്തതോ സാത്വികമായിട്ടുള്ള സന്തോഷം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ഇപ്പോൾ ഒരു സൂര്യോദയം നമ്മൾ കാണുകയാണ്, ആഹാ ഒരു സന്തോഷം. കടൽ നമ്മൾ കാണുകയാണ്, കടലൊക്കെ എത്ര കണ്ടാലും മടുപ്പാവില്ലല്ലോ അല്ലേ. എന്തു മഹത്വമുള്ളതാണ് കടൽ. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. മുദ്രയാ സഹ വർത്തതേ ഇതി സമുദ്രഃ എന്ന് പറയും. മുദ്രയോട് കൂടിയതാണ് സമുദ്രം. മുദ്ര മുദം രാവയതി. വീണ്ടും വീണ്ടും സംസ്കൃതം വരികയാണ്. മുദത്തെ തരുന്നതാണ് മുദ്ര എന്ന് പറയുന്നത്. ആ മുദ്രയോട് കൂടിയാണ് സമുദ്രം. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നവം നവം, പ്രതിക്ഷണം നവം നവം. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, സാത്വികമായിട്ടുള്ള സന്തോഷം. നാരായണീയം പഠിക്കുമ്പോൾ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഒരു ശ്ലോകം, ആഹാ ആ ശ്ലോകം ഞാൻ വായിച്ച് പറയുമ്പോൾ ആചാര്യൻ പറയുന്നു, ഉത്തമം, നന്നായിട്ടുണ്ട് കേട്ടോ. ഉഷ്ടിജി പറയല്ലോ, ഓക്കെ സൂപ്പർ കേട്ടോ. ഇത് മാത്രം ഒന്ന് തിരുത്തിയാൽ മതി. ആദ്യം സൂപ്പർ എന്ന് പറയുകയും ചെയ്ത് പിന്നീട് അത് കഴിഞ്ഞിട്ടായിരിക്കും പറയോ, ഇത്തിരി ചെറിയൊരു മാറ്റം കൂടി വരുത്തിയാൽ മതി കേട്ടോ. പക്ഷെ എന്നാലും ഒരു സന്തോഷം അല്ലേ. അതേപോലെ ആചാര്യന്മാർക്കോ കറക്റ്റ് ചെയ്യുമ്പോൾ അന്നത്തെ ഞാൻ മുഴുവൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഇതൊക്കെ എന്ത് സന്തോഷമാണ്? സാത്വികമായിട്ടുള്ള സന്തോഷം. പക്ഷേ ഈ മൂന്നെണ്ണവും, അതായത് രാജസികമായിട്ടുള്ളത്, താമസികമായിട്ടുള്ള, സാത്വികമായിട്ടുള്ള സന്തോഷം നമ്മളിൽ നിന്നും വരുന്നതല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അതിനും അപ്പുറം ഒരു സന്തോഷമുണ്ട്. അതാണ് നമ്മുടെ സ്വരൂപ ആനന്ദം. കൃഷ്ണൻ ജനിച്ചപ്പോൾ വസുദേവർ ഭഗവാനെ സ്തുതിക്കുകയാണ്. എങ്ങനെയാണ്? കേവല അനുഭവാനന്ദ സ്വരൂപ. കേവലമായിട്ടുള്ള അനുഭവം, ആനന്ദം ആരുടെ സ്വരൂപമോ അവനാണ് ഭഗവാൻ. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുമുണ്ട്. ആ സന്തോഷമാണ് ഗാഢനിദ്രയിൽ, സുഷുപ്തിയിൽ നമ്മൾ അനുഭവിക്കുന്നത്. സുഷുപ്തിയിൽ എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട നാരായണീയം സുഷുപ്തിയിലുണ്ടോ? ഇല്ലല്ലോ. സുഷുപ്തിയിൽ നാരായണീയ ആചാര്യയാണോ? അല്ലല്ലോ. സുഷുപ്തിയിൽ കടലുണ്ടോ?
ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട മൊബൈലുണ്ടോ? ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട മകനുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ശരീരമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട മനസ്സുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിത്വം, ഞാനെന്ന വ്യക്തിത്വം പോലും അവിടെ ഇല്ലല്ലോ. ഞാൻ എന്ന കുഞ്ഞ് ദർശിക പോലും ഉറക്കത്തിലില്ല. പക്ഷെ എന്നാലും ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒന്നിനും അപേക്ഷിക്കാത്ത ഒരു സന്തോഷം. ശരിക്കും അത് ജാഗ്രത അവസ്ഥയിലും ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ കണ്ടിട്ടില്ല, അതിനെ ഗവനിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ജാഗ്രത അവസ്ഥയിലും അത് സദാ പ്രകാശിക്കുന്നുണ്ട്, ആ ആനന്ദം. അതിനൊന്ന് കാണണം. അതിനാണ് നമ്മൾ തിരിച്ചറിയണം എന്ന് പറയും. തിരിച്ചറിയണം. പ്രത്യഭിജ്ഞ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അതിന് തിരിച്ചറിയണം. പക്ഷെ അതിനെ തിരിച്ചറിയണമെങ്കിൽ മനസ്സ് ശാന്തമാകണം. അതുകൊണ്ടാണ് നിശ്ചല തത്വേ ജീവൻ മുക്തി എന്ന് പറയുന്നത്. മനസ്സ് ശാന്തമാകണം. ആ ശാന്ത മനസ്സിലാണ് ആ നമ്മുടെ ഉള്ളിലുള്ള സ്വരൂപ ആനന്ദത്തിനെ നമ്മൾ തിരിച്ചറിയുള്ളൂ. അപ്പം എന്തായാലും ഗണേശൻ സത്വഗുണത്തിനും അപ്പുറം ഗുണാതീതമായിട്ടുള്ള നമ്മുടെ തന്നെ സ്വരൂപ ആനന്ദം തരികയാണ്. എങ്ങനെയാണ്? അറിവിലൂടെ. നമ്മുടെ ഉള്ളിൽ ആ ആനന്ദം സദാ പ്രകാശിക്കുന്നുണ്ട്. അതിനെ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗുരു വന്നിട്ട് ഇതാ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ, അത്രയേ ഉള്ളൂ. കണ്ണടയുള്ളവർക്കെല്ലാം ഒരു അനുഭവമായിരിക്കും. എന്താണ്? കണ്ണട വെച്ചുകൊണ്ട് കണ്ണടയിലൂടെ കണ്ണടയെ തിരയുന്നു. കണ്ണട വെച്ചുകൊണ്ട് ഈ എൻ്റെ കണ്ണട എവിടെ പോയി, എൻ്റെ കണ്ണട എവിടെ പോയി, എടോ ചുന്നു മുന്നു തുന്നു ഡുന്നു എല്ലാവരുടെ പേര് വിളിക്കുന്നു. കുട്ടികളെ എൻ്റെ കണ്ണട എവിടെ പോയി, അമ്മമ്മയുടെ കണ്ണട എവിടെ പോയി, കാണുന്നില്ലല്ലോ. അപ്പൊ ഈ ടുന്നു മുന്നും ഒക്കെ നോക്കിയിരിക്കുകയാണ്. അമ്മമ്മയ്ക്ക് വട്ടായി എന്നാ തോന്നുന്നത്. കാരണം കണ്ണടയും വെച്ചുകൊണ്ട് ചോദിക്കാൻ എൻ്റെ കണ്ണട എവിടെ പോയി എന്ന്. അപ്പൊ ടുന്നു മുന്നു പറയാണ്, അമ്മമ്മ എൻ്റെ നോക്കൂ, അമ്മമ്മയുടെ ആ മുഖത്തിൽ കണ്ണിൽ തന്നെ ഉണ്ട്. അപ്പോഴാണ് ഓ അത് ശരിയാണല്ലോ. അപ്പൊ ഒരു സന്തോഷം അല്ലേ. കളഞ്ഞു പോയോ? ഇല്ലല്ലോ, കണ്ണട കളഞ്ഞു പോയതേ ഇല്ല. കുട്ടി വന്നിട്ട് അത് ദാ അവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ സദാ വിളങ്ങുന്നുണ്ട്. പക്ഷെ ആ ഭഗവാനിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. ശ്രദ്ധ പോകണമെങ്കിൽ മനസ്സ് ശാന്തമാകണം. ശാന്തമായ മനസ്സിൽ ഒരു ഗുരു വന്നിട്ട് പറയണം, എന്താണ്? ദാ അവിടെ തന്നെ ഉണ്ടല്ലോ, കണ്ണട ആ കണ്ണിൽ തന്നെ ഉണ്ടല്ലോ, അതേപോലെ എൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കൂ എന്ന് പറയണം. അത്രയേ ഉള്ളൂ. അപ്പം ആ ആനന്ദമാണ് ആര് തരുന്നത്? ഗണേശൻ. അതേപോലെ ചട്ടമ്പി സ്വാമികളും എത്രയോ പേർക്ക് ഈ ഒരു ആനന്ദം കൊടുത്തു. എങ്ങനെയാണ്? ആ ചിട്ടയിലൂടി വന്ന വ്യക്തികൾക്ക്. മോദക ഹസ്ത ഗജാനന. അതിന് എന്ത് വേണം? ചാമര കർണ ഗജാനന. ചാമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമരം വീശുമല്ലോ, വിഷറിയല്ലോ അല്ലെ. വിഷറി പോലെയുള്ള ചെവി. ചിലരുടെ ചെവി അങ്ങനെയാണല്ലോ. എൻ്റെ ചെവി ഇങ്ങനെയാണല്ലോ അല്ലെ, ആനച്ചെവി എന്ന് പറയുമല്ലോ. നല്ല ചെവി, വലിയ ചെവി വേണം അല്ലെ. അറിവുള്ളിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? വലിയ ചെവി. അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ലിസണിങ്, കേൾക്കുക. ശ്രവണം എന്നും ഒരു കലയാണ്. നമ്മൾ വിചാരിക്കും ഓ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ എന്ന്. ഒരു സ്വാമിജി തമാശയായിട്ട് പറഞ്ഞു, എന്താണ്? ഞാൻ ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ കേൾക്കുന്നില്ല. യു ആർ ഹിയർ ബട്ട് യു ഡോണ്ട് ഹിയർ. യു ആർ ഹിയർ ബട്ട് യു ഡോണ്ട് ഹിയർ. ഞാൻ ഇവിടെ ഉണ്ട്, ചെവി ഇവിടെ ഉണ്ട്, കണ്ണ് ഇവിടെ ഉണ്ട്, പക്ഷെ ഉള്ളിലുള്ള മനസ്സ് എവിടെയോ പോയി, വേൾഡ് ടൂറിന് പോയില്ലേ, അതുകൊണ്ട് ഒന്നും കേട്ടില്ല. ശ്രവണം, അതാണ് ഗണേശന്റെ ചെവിയും കാണിക്കുന്നത്. കേൾക്കണം. എങ്ങനെ കേൾക്കണം? ഭക്തിപൂർവം വിവേകപൂർവമാണ് കേൾക്കേണ്ടത്. കേൾക്കുമ്പോൾ ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ, പൃഥു മഹാരാജ പറയുന്നുണ്ടല്ലോ, എനിക്ക് കടൽ പോലെ തരൂ, എനിക്ക് കടലിൻ്റെ കപ്പാസിറ്റി എത്രയാണ് അത്രയും തരൂ, എനിക്ക് കേൾവി ശക്തി. കാരണം കേട്ടുകൊണ്ടിരിക്കണം, ശ്രവണത്തിലൂടെയാണല്ലോ ആ അറിവ് നമുക്ക് കിട്ടുന്നത്. പൃഥു ചക്രവർത്തിയല്ലേ പറഞ്ഞത്? അങ്ങനെ എനിക്ക് കേൾവി ശക്തി തരൂ, ധാരാളം ഞാൻ കേൾക്കുമാറാകട്ടെ. ഒരു കവി ഇംഗ്ലീഷിൽ ചൊല്ലി. എങ്ങനെയാണ് നമ്മൾ കേൾക്കേണ്ടത്? കേട്ടോണ്ടിരിക്കണം. അപ്പോൾ പറയുന്നവർക്ക് തോന്നണം ഓ എന്ത് രസമായിട്ടാണ് കേൾക്കുന്നേ, അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന്. അതായത് കേൾക്കണം. എങ്ങനെ? പറയുന്നവർക്ക് കൂടുതൽ പറയാൻ തോന്നണം, അങ്ങനെ നമ്മൾ കേൾക്കണം. അതേപോലെ എങ്ങനെ പറയണം? കേൾക്കുന്നവർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നണം, അങ്ങനെ വേണം പറയാൻ. രണ്ടും ഉണ്ടല്ലോ അല്ലേ. അത് തന്നെയാണ് ഗണേശനും പറഞ്ഞിരുന്നത്. എന്താണ്? ചാമര കർണ. ലിസണിങ് ഈസ് എൻ ആർട്ട് എന്ന് പറയും. പക്ഷെ പൊതുവേ 2-3 ആളുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ അടിയാണ്. എന്താണ്? പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അവർ പറയും, ഇവർ പറയും, എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കും. കേൾക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. എല്ലാവരും പറയാം. പരസ്പരം കേൾക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. പറയാനാണ് കൂടുതൽ താല്പര്യം, കേൾക്കാൻ
പക്ഷെ കേട്ടുകൊണ്ടിരിക്കാൻ എന്തൊരു സുഖമാണല്ലേ. എനർജിയും കമ്മിയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അല്ല. കേൾക്കാൻ എന്ത് എനർജി വേണമെന്നറിയോ? ഇപ്പം നിങ്ങളെല്ലാവരും 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരിക്കുകയാണ്, എത്ര ഊർജ്ജമാണ് പോകുന്നതെന്നറിയോ? കേൾക്കുകയാണെങ്കിൽ മനസ്സ് വേൾഡ് ടൂറിന് പോവുകയാണെങ്കിൽ പിന്നെ എനർജി അത്രയും ആവില്ല എന്ന് പറയാം. ഏകാഗ്രത, തപസ്സിൻ്റെ ഒരു വ്യാഖ്യാനം, വിശദീകരണമാണ് എന്ത്? മനസ്സഹ ഇന്ദ്രിയാണാം ച പരം ഐകാഗ്ര്യം തപഃ. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത പരമമായിട്ടുള്ള തപസ്സാണ്. അതിലൂടെ ഒരുപാട് പുണ്യം നമുക്ക് ആർജിക്കാൻ സാധിക്കും. ചാമര കർണ, നമ്മുടെ ചട്ടമ്പി സ്വാമികളും ഒരുപാട് അറിവുകൾ നേടിയെന്ന് പറഞ്ഞുവല്ലോ. അതിലെല്ലാം ഉത്തമമായിട്ടുള്ള ഗുരുക്കന്മാരെയും കിട്ടി. പക്ഷെ ആ ഗുരുക്കന്മാരിൽ നിന്നും കേൾക്കാനുള്ള ഇത് വേണമല്ലോ അല്ലേ, വിവേകപൂർവമായിട്ടുള്ള ഭക്തിപൂർവമായിട്ടുള്ള കേൾക്കാനുള്ള ആ ഒരു കല, അതും കല തന്നെയാണ്. അതും സ്വാമികൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. ചാമരകർണ ഗജാനന. ഈ മോദക ഹസ്ത പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പോയിന്റ് വിട്ടുപോയി പറയാൻ. ഗണേശന് അപ്പം 4 കൈകളല്ലേ, 4 കൈകളിലെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാശ, അങ്കുശ, അഭയഹസ്ത, മോദക ഹസ്ത. ഇതിൽ അഭയമാണല്ലോ, അഭയത്തിന് നൽകാണ്. ചട്ടമ്പി സ്വാമികൾ അതുപോലെ ആയിരുന്നുവല്ലോ. മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും സ്വാമികളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഭയമില്ലാതെ ഒരു തോന്നലായിരുന്നു. കാരണം എല്ലാം ആത്മസ്വരൂപമായിട്ടായിരുന്നു സ്വാമികൾ കണ്ടിരുന്നത്. നമ്മൾ സ്വാമി എന്ന പദത്തിന് നമ്മൾ ഡെഫിനേഷൻ കണ്ടുവല്ലോ. സ്വ അമി, ഈ കാണുന്നതെല്ലാം സ്വന്തമായിട്ട് തോന്നി, അതുകൊണ്ടാണ് സ്വാമി എന്ന് പറയുന്നത്. ഇത് ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു നായ ഉണ്ടായിരുന്നു. നമ്മൾ പോലീസ് ഓഫീസറിൻ്റെ അടുത്തൊക്കെ നായകൾ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ നായകൾ വെച്ചിട്ട് എന്തിനോ പോവുകയാണ്. പോലീസ് ഓഫീസേഴ്സിന് ഒരുപാട് സ്ഥലത്തൊക്കെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ആ നായി വെച്ചുകൊണ്ട് പോവാണ്. ഒരു സമയം വന്നപ്പോഴത്തേക്ക് ആ നായി നിയന്ത്രണം വിട്ടുപോയി. കയറി വിട്ടിട്ട് അത് എല്ലാവരുടെ മേത്ത് ചാടി വീഴാൻ തുടങ്ങി. ഈ നായിനെ നിയന്ത്രിച്ച ഈ പോലീസ് ഓഫീസറിൻ്റെ മേത്തും ചാടി വീഴാൻ തുടങ്ങി, മാന്താനൊക്കെ. ഇദ്ദേഹം പേടിച്ച് വിറച്ചിട്ട് എല്ലാവരും ദൂരെ പോയി. ഇദ്ദേഹം ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് വേറെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്താണ്, ഷൂട്ട് ചെയ്യാം അല്ലേ, വേറെ വഴിയൊന്നുമില്ലല്ലോ, ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ പോയിട്ട് എല്ലാവരെയും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ചട്ടമ്പി സ്വാമികൾ കുറേ പേരും കൂടി ചേർന്നിട്ട് അവിടെ പോയി. സ്വാമികൾ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ ബാക്കി എല്ലാവരെയും മാറ്റി നിർത്തുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുകയാണ്, എന്താകും അറിയില്ല. ഇതാണെങ്കിൽ വയലൻ്റ് ഇരിക്കുകയാണ് ഈ നായ. അപ്പം എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഈ നായ ഊട്ടി വന്നിട്ട് ചട്ടമ്പി സ്വാമിയുടെ മേലിൽ ഇങ്ങനെ ചാടുകയാണ്. അപ്പം എല്ലാവരും ഒച്ച ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒച്ച ഉണ്ടാക്കുമല്ലോ, ബഹളം ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ബഹളം ഉണ്ടാക്കി. അടുത്ത നിമിഷം നോക്കുമ്പോൾ ചട്ടമ്പി സ്വാമികൾ എന്തോ പറഞ്ഞു ആ നായിൻ്റെ അടുത്ത്. പിന്നെ എന്തോ സംഗീതാത്മകമായ എന്തോ സംഭാഷണം നടന്നു. പിന്നീടോ നായി ചട്ടമ്പി സ്വാമികളുടെ പിന്നാലെ ഇങ്ങനെ നടന്നു എന്നാണ്. അപ്പോൾ രസമല്ലേ. അതാണ് പറയുന്നത്, സ്വാമി എന്ന പദത്തിന്, ആ പദത്തിന് അർത്ഥം, അന്വയാർത്ഥം, അതിന് ആ എന്താണ് ശരിക്കുള്ള അർത്ഥം, അത് നമുക്ക് സ്വാമികളിൽ കാണാൻ സാധിക്കും. അഭയം, ഗണേശന്റെ കൈ അഭയം. ആർക്കും ഈ ലോകത്തിൽ ഒരു ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും ഭയം ആ സാന്നിധ്യത്തിൽ ഉണ്ടാവില്ല. കാരണം സ്വന്തം ആൾക്കാരെ പോലെയാണല്ലോ കാണുന്നത്. അഭയഹസ്ത. 4 കൈകൾ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ അല്ലേ. 4 കൈകളിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ കണ്ടു. എന്തിനാണ് ഈ 4 കൈകളുള്ളത്? 4 കൈകളിൽ ഒരുപാട് പ്രതീകങ്ങളുണ്ടല്ലോ അല്ലേ. നമുക്ക് 4 വേദങ്ങളാണല്ലോ. അപ്പോൾ വേദത്തിൻ്റെ പ്രതീകം, വേദത്തിൻ്റെ അറിവ് മുഴുവനും ഉള്ളിൽ ഉണ്ട് ഒരർത്ഥം. വേറൊരർത്ഥം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നില്ലേ, ഈ ഉത്സവ സമയത്തൊക്കെ 2 കൈ പോരാ, നീ 2 കൈകളോടെ ഉണ്ടായിരുന്നു എന്ത് രസമായിരുന്നല്ലേ, ഓടിച്ചാടി പല കാര്യങ്ങളും ചെയ്യായിരുന്നല്ലോ അല്ലേ. നമുക്ക് തോന്നില്ലേ, പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ പോകുമ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ ചെയ്യുമല്ലോ അല്ലേ. മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, അവിടെ ഒരു കറി. ഇപ്പോഴാണെങ്കിൽ 4 സ്റ്റൗവല്ലേ, ഗ്യാസ്, 4 അടുപ്പുകളുണ്ടല്ലോ അല്ലേ. ഒരെണ്ണത്തിൽ സാമ്പാർ, ഒരെണ്ണത്തിൽ തോരൻ, ഒരെണ്ണത്തിൽ ഇത്, ഒരെണ്ണത്തിൽ ചായ, എല്ലാം കൂടെ നോക്കിക്കൊണ്ട് ഫോണും ചെയ്യുന്നുണ്ട്. പിന്നെ കറി കുട്ടികൾ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കരിഞ്ഞു പോകും, മണം വരും. എന്തോ ഒരു മണം വരുന്നുണ്ടല്ലോ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇതിനാണോ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് നല്ല ഏകാഗ്രമായ മനസ്സാണെങ്കിൽ സാധിക്കും. അങ്ങനെയുള്ള മഹാത്മാക്കൾ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഋഷിമാർ, അതായത് 100 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ കെൽപ്പുള്ളവരെ നമ്മൾ ശതാവധാനി എന്ന് പറയും. ഈ പേര് ഓർത്ത് വെച്ചോണേ, ശതാവധാനി.
ശത അവധാനി, അതായത് ശതം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് കോയമ്പത്തൂരിൽ ഒരു ടീച്ചർമാരുടെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു, കോൺഫറൻസ്. അതിന് ഞാൻ പോയിരുന്നപ്പം അവിടെ അഷ്ടാവധാനിയെ പരിചയപ്പെട്ടു. അഷ്ടാവധാനി ആരായിരിക്കും അപ്പോൾ? 8 കാര്യങ്ങൾ ഒരേ സമയത്ത്. എന്നിട്ട് 1 മണിക്കൂർ സമയം അദ്ദേഹത്തിൻ്റെ ഒപ്പം, ആ 1 മണിക്കൂർ സമയത്തിൽ അദ്ദേഹം ഒരേ സമയത്ത് 8 കാര്യങ്ങൾ ഞങ്ങളുടെ മുൻപിലിരുന്ന് ചെയ്യായിരുന്നു. ഇപ്പം നമ്മുടെ വർഷം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ച വർഷം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്താണെന്ന് അദ്ദേഹം പറയും. വർഷവും മാസവും പറഞ്ഞു കഴിഞ്ഞാൽ ഏട് നോക്കും. ഏട് ഒന്നും നോക്കില്ല, അദ്ദേഹം കാൽക്കുലേഷനാണ്. നമ്മൾ ജനിച്ച വർഷവും മാസവും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ദിവസം എന്ന് പറയും. അതേസമയം ഒരു തിരുവള്ളുവരുടെ, ഞാൻ പോയപ്പോഴത്തേക്കും ഒരു തിരുവള്ളുവരുടെ ഒരു സ്റ്റാച്ചു, ഒരു മൂർത്തി, അവർക്ക് ഈ വാക്സ് ഉണ്ടല്ലോ, വാക്സിന് എന്താ പറയുക, മെഴുക് കൊടുത്തു. എന്നിട്ട് ആ മെഴുകില് കൊത്തി 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 തിരുവള്ളുവരുടെ സ്റ്റാച്ചു ഉണ്ടാക്കായിരുന്നു. അപ്പം ഇത് ഒന്നാമത്തത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജനിച്ച വർഷം മാസം പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം പറയും. രണ്ടാമത്തത് ഈ തിരുവള്ളുവരുടെ മെഴുക് ഇത് കൊത്തിയെടുക്കാം. മൂന്നാമത്തത് ഒരാളായിട്ട് ചെസ്സ് കളിക്കുകയാണ്. നാലാമത്തത് ഏതോ കുറേ ഇങ്ങനെ വട്ടത്തിലുള്ള സർക്കിളുകൾ, ഇങ്ങനെ കുറേ ഒരു കളിയാണ്, ഏതോ ഒരു കളി, ആ കളിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ 4 കാര്യങ്ങൾ വേറെ എന്തൊക്കെയാണ്, ഇതേപോലെ കളി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. 8 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ പറയണം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അല്ലേ? മനസ്സിന് ഏകാഗ്രത ഉണ്ടെങ്കിൽ, മനസ്സിനൊന്ന് ട്യൂൺ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് സാധിക്കും. അതാണ് ഗണേശൻ പറഞ്ഞു തരുന്നത്. 4 കൈകൾ എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അമ്മമാരൊക്കെ അതിനുള്ള ഉത്തമ ഉദാഹരണമല്ലേ? അടുക്കളയിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നില്ലേ? രാമകൃഷ്ണ പരമഹംസ ഉദാഹരണം പറയാറുണ്ടല്ലോ. തോണിയിൽ പോകുന്ന ഒരാൾ തോണി തുഴയുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നുണ്ട്, തോണിയിലിരിക്കുന്ന ആൾക്കാരായിട്ട് സംസാരിക്കുന്നുണ്ട്, ഫോണിലും സംസാരിക്കുന്നുണ്ട്, തോണിയിലിരിക്കുന്ന ആൾക്കാരായിട്ട് സംസാരിക്കുന്നുണ്ട്, ബീഡിയും വലിക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട്, എന്നിട്ട് തോണി തുഴയുന്നുമുണ്ട് അല്ലേ? അപ്പോൾ എന്തെങ്കിലും വിഘ്നങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ സുന്ദരമായിട്ട് മാറ്റുന്നുമുണ്ട്. അപ്പോൾ എന്ത് രസമാണല്ലേ? അപ്പം നമ്മുടെ മനസ്സിന് അത്രയും കഴിവുണ്ട്. ഗണേശൻ പറയണ ആ കഴിവ് ഉണ്ട്. ചട്ടമ്പി സ്വാമികൾ അതേപോലെ ഒരു പ്രതിഭാശാലിയായിരുന്നു എന്ന് പറയാം. ശരി, ഇനി വരുന്ന വാക്ക് വിളംബിത സൂത്ര. എന്താണ് അതിൻ്റെ അർത്ഥം? വിളംബിത സൂത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ അത്? പൂണൂല്. അതെങ്ങനെയാണ്? നീണ്ട് കിടക്കുന്ന പൂണൂല് എന്ന് പറയാം. അതിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ വിചിന്തനം ചെയ്ത് നോക്കൂ. അതും ഇനി വരുന്ന ഭാഗങ്ങളും. നമുക്ക് 12:10 സമയം. അപ്പോൾ ഇനി കുറച്ച് ശാന്തമായിട്ടിരുന്നിട്ട് നമുക്ക് കുറച്ച് ഉള്ളിലേക്കും പോകണമല്ലോ അല്ലേ? അതുകൊണ്ട് ഇപ്പം തത്കാലത്തേക്ക് ഈ ഭാഗം ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ മനനം ചെയ്തു നോക്കൂ. ഇനി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത് ഒന്ന് റിവൈസ് ചെയ്യാം. ഗണേശൻ, ചട്ടമ്പി, സ്വാമി, ശ്രദ്ധ, വിശ്വാസം, അറിവുകളുടെ എല്ലാം രാജാവ് അധ്യാത്മ വിദ്യയാണ്. മൂഷകൻ അല്ലെങ്കിൽ മൂഷികൻ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള മൂഷകൻ. എല്ലാ ആഗ്രഹങ്ങളുടെയും അമ്മ ആരാണ് എന്ന് ഓർക്കണം ഉള്ളിൽ. മോദക ഹസ്ത, 4 കൈകള്, പാശവും അങ്കുശവും ധരിച്ചിരിക്കുന്ന ഗണേശൻ. പിന്നീടോ ചാമര കർണ, ലിസണിങ്, കേൾവി, ശ്രവണത്തിൻ്റെ ശക്തി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനെപ്പറ്റി കൂടുതൽ മനനം ചെയ്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അതിനെ പ്രാവർത്തികമാക്കാം. ശരി, കൂടുതൽ ഉള്ളിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മളിപ്പോൾ കണ്ടുവല്ലോ, എല്ലാത്തിനും അടിസ്ഥാനം മനസ്സാണല്ലോ. എന്ത് വിദ്യ നേടിയെടുക്കുവാനും മനസ്സുപയോഗിച്ചാണല്ലോ അല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷാർപ്പൺ ചെയ്യണം, കൂർമ്മപ്പെടുത്തണം അല്ലേ. ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾ മലക്കറിയൊക്കെ നുറുക്കാറുണ്ട്. മലക്കറിയൊക്കെ നുറുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ കത്തിയും ഒന്ന് മൂർച്ചപ്പെടുത്തണമല്ലോ. അതേപോലെ ഈ ഒറ്റൊരു മനസ്സ് ഉപയോഗിച്ചാണ് നമ്മൾ വ്യവഹാരം മുഴുവനും ചെയ്യുന്നത്. അതുകൊണ്ട് ആ മനസ്സിനെ ഒന്ന് ഇത് ചെയ്യാൻ, ഷാർപ്പൺ ചെയ്യാന്ന് പറഞ്ഞു, കൂർമ്മപ്പെടുത്താനുള്ള ലളിതമായിട്ടുള്ള ഉപായമാണ് എന്ത്? നമ്മൾ ധ്യാനം എന്ന് പറയുന്നു. പക്ഷെ അതിന് ധ്യാനം എന്ന് പറയാൻ പറ്റില്ല. അഷ്ടാംഗ യോഗത്തിൽ ഒരു അംഗമാണ് ധ്യാനം. പക്ഷെ ഇതിന് ധ്യാനം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ധ്യാനം
ചെയ്യേണ്ടതല്ല, സംഭവിക്കുന്നതാണത്. നമ്മൾ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്തോറും ഏകാഗ്രമായി വരും. അത് നമ്മൾ ചെയ്യേണ്ടതല്ല, അത് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ധ്യാനം പരിശീലനം എന്ന് ശരിക്കും അത് ആ ഒരു പദം എല്ലാവരും അങ്ങനെയാണല്ലോ കൊടുക്കുന്നത് അല്ലേ. അതുകൊണ്ട് ധാരണാ പരിശീലനമാണ് കുറച്ചുകൂടി നല്ലൊരു പദം. ധാരണ എന്ന് പറയുമ്പോൾ ഏകാഗ്രമാക്കാൻ ശ്രമം കൊടുക്കുകയാണ്. എങ്ങനെയാണോ ഒരു പശുവിന് എല്ലായിടത്തും സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പശു. അപ്പോൾ ആ പശുവിൻ്റെ കഴുത്തിൽ നമ്മൾ ഒരു കയറ് കെട്ടിയിട്ട് ആ കയറിന് നമ്മൾ ഒരു വൃക്ഷത്തിൽ കെട്ടിയിടുന്നു. അപ്പോൾ ആ പശുവിന് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ട്. എത്രത്തോളം? ആ കയറിൻ്റെ നീളം ആ വൃക്ഷത്തിൻ്റെ ചുറ്റും. ഇതേപോലെ തന്നെയാണ് മനസ്സിനെയും മനസ്സാകുന്ന പശുവിനെ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ രൂപമോ ഭഗവാന്റെ നാമമോ ഭഗവാന്റെ ഗുണങ്ങളോ ആകുന്ന കയറ് കൊണ്ട് നമ്മൾ കെട്ടിയിടുകയാണ്. എന്നിട്ട് അവിടെ തന്നെ നിർത്താൻ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിനെയാണ് നമ്മൾ ധാരണ എന്ന് പറയുന്നത്. പേര് ഓർത്തിരിക്കണേ, ധാരണ. ഏകാഗ്രമാക്കാൻ ശ്രമിക്കുകയാണ് പരിശീലനം. അങ്ങനെ ശ്രമിക്കും തോറും ആ പശു എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ ചുറ്റി നിന്നുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നിന്നു പോകുന്നു. അതായത് അവിടെയും കറങ്ങുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നു, അനങ്ങുന്നേയില്ല. അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. അത് ആ ഒഴുക്കിൽ സംഭവിക്കുന്നതാണ്. ഉദാഹരണം പറയുന്നത് ഉറക്കം. ഉറക്കം വരുമോ? ഉറക്കമേ ഒന്ന് വരൂ, ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു, ഉറക്കമേ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരുമോ? ഇല്ല. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാം അല്ലേ. നല്ല ബെഡൊക്കെ വെക്കാം, നല്ല സംഗീതമൊക്കെ വെക്കാം, ആൾക്കാരെ തലോടി തരാൻ പറയാം തലയൊക്കെ. എന്നാലും വരുമോ? ചിലരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഉരുണ്ട് പെരുണ്ട് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് തല കുളിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് എത്ര കഷ്ടപ്പെടുമല്ലേ, തല കുത്തി നിൽക്കും. എന്നിട്ടും ചിലപ്പോൾ ഉറക്കം വരില്ലല്ലോ. ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം. ഉറക്കം സംഭവിക്കുന്നതാണ്, നമ്മൾ അറിയാതെ അതിലേക്ക് വീണു പോകും നമ്മൾ. അതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയാം. ധാരണ നമ്മൾ ശീലിക്കാം, പക്ഷെ ധ്യാനം സംഭവിക്കുന്നതാണ്. അപ്പം നമുക്കും ചെയ്ത് നോക്കാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ജപത്തിലൂടെയാണ്. ജപം വളരെ ലളിതമായിട്ടുള്ളൊരു സാധനയാണ്. ഒരു ചില്ലി കാശിൻ്റെ ആവശ്യമില്ല. ഓടണ്ട, ചാടണ്ട, എവിടെയും പോകണ്ട, ഒരു ശ്രമവും വേണ്ട. പക്ഷേ അത് നമുക്ക് നേടിത്തരുന്ന ഒരു ശക്തി അപാരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചട്ടമ്പി സ്വാമികൾക്ക് ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. കൊല്ലൂർ മഠത്തിൽ വന്ന ആ സന്യാസി, അദ്ദേഹം ഈ മന്ത്രത്തിൻ്റെ സിദ്ധിയൊക്കെ പറയണമെങ്കിൽ അത് ഒരുപാട് ആവർത്തി, ലക്ഷമല്ല അതിലും അപ്പുറം ആവർത്തി നമ്മൾ ചൊല്ലണം. എന്നാലാണ് അതിന് ആ മന്ത്രത്തിലുള്ള സിദ്ധി വരും. സിദ്ധി വന്നിട്ട് ശക്തികളൊക്കെ ഉള്ളിൽ നിന്ന് ഉണരുന്നത്. അതേപോലെ നമ്മളും മന്ത്രം നമ്മൾ ചൊല്ലണം. നല്ലോണം ചൊല്ലി മനസ്സ് ശാന്തമാകും തോറും മനസ്സിൻ്റെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ നമുക്ക് പുറത്തു വരും. വേണ്ട എല്ലാവർക്കും കഴിവൊന്നും വരണ്ട, സന്തോഷമായിട്ട് ഇരുന്നാൽ മതി, ശാന്തമായിട്ട് ഇരുന്നാൽ മതി അല്ലേ. വീട്ടിലുള്ള സാഹചര്യം എന്താണെങ്കിലും, എൻ്റെ ശരീരം വയസ്സായി പോവാണ്, അയ്യോ മുടി നരച്ചു, വയസ്സായി, ഇതാ ഇവിടെയൊക്കെ ചുളു വന്നു കഴിഞ്ഞു, കാല് വന്നു വേദന വന്നു, മുട്ടുവേദന വന്നു, അത് വേദന വന്നു, ഇത് വേദന വന്നു, എല്ലാവരും ടാറ്റ ബൈബി പറഞ്ഞിട്ട് പോവാണ്. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ വയസ്സാകുമ്പോൾ അങ്ങനെയാണല്ലോ. ഏറ്റവും വലിയ വിഷമം എന്താണ്? നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ടാറ്റ ബൈബി പറഞ്ഞിട്ട് പോവാണ്. എവിടേക്ക്? അവർക്ക് ട്രാൻസ്ഫർ ആയി വേറെ സ്ഥലത്തേക്ക് പോവാണല്ലേ. അതും വലിയൊരു ദുഃഖമാണല്ലോ അല്ലേ. അപ്പോൾ എന്ത് ദുഃഖം വന്നാലും പുറത്ത് ബാഹ്യമായിട്ട് ചിലപ്പോൾ പ്രകടനങ്ങളൊക്കെ നമ്മൾ കരഞ്ഞു എന്നൊക്കെ വരും. എന്നാലും ഉള്ളിൽ ഒരു കേന്ദ്രമുണ്ട്. ഇതുകൊണ്ടൊന്നും സ്പർശിക്കപ്പെടാത്ത ഉള്ളിലൊരു കേന്ദ്രമുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, സത്യമാണ്. ഉള്ളിലേക്ക് കയറി നോക്കും, അപ്പോൾ അറിയാൻ സാധിക്കും. ശരീരം വേദന കൊണ്ട് പിളക്കായിരിക്കും, ചിലപ്പോൾ തലവേദന ഭയങ്കരമായിട്ട് ഇരിക്കുകയായിരിക്കും. പക്ഷെ എന്നാലും ഉള്ളിൽ ആ കേന്ദ്രത്തിന് ആ തലവേദനയ്ക്ക് സ്പർശിക്കാനേ പറ്റില്ല. ഉള്ളിൽ ഏത് ദുഃഖത്തിനും ആ കേന്ദ്രത്തിന്, ഈശ്വരനാകുന്ന ആ കേന്ദ്രത്തിന്, ആത്മാവാകുന്ന കേന്ദ്രത്തിന് സ്പർശിക്കാൻ പോലും പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ അതിനെ കാണണ്ടേ, തിരിച്ചറിയണം. കാണണം എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ പ്രത്യഭിജ്ഞയാണ് ഉണ്ടാവേണ്ടത്. തിരിച്ചറിവ് അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ ഈശ്വരൻ ഉള്ളിലുണ്ട്, മനസ്സ് പുറത്ത് കറങ്ങാൻ പോയി. അപ്പം എന്താണ്? ഈശ്വരൻ ഉള്ളിലിരിക്കുകയാണ്. എന്നിട്ട് പറയാം, നീ എവിടേക്കാ പോകുന്നേ, മനസ്സേ എവിടേക്കാ പോകുന്നേ? അവിടെയാണ് ഈശ്വരൻ, ഇവിടെയാണ് ഈശ്വരൻ. അങ്ങനെ നമ്മൾ പോയി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് നമ്മൾ കാണുന്നില്ല. ഉള്ളിലേക്ക് കാണാൻ വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ജപം ചെയ്യാൻ. എല്ലാവരും റെഡിയാണോ?
ഇനി ഉറക്കം വരാതിരിക്കാൻ ഇത്ര നേരം നിങ്ങൾ കുത്തിയിരുന്നുവല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് എണീറ്റ് നിന്നിട്ട് ഒന്ന് ഇരിക്കാം. വേണോ? വേണ്ട? എണീറ്റ് നിൽക്കണ്ട? ഉറപ്പാണോ? പക്ഷെ അതും ഒരു എക്സസൈസാണ്, അതും വളരെ നല്ലതാണ് മുട്ടുകൾക്കൊക്കെ. ഗണേശന്റെ എക്സസൈസ് എന്താണ്? സൂപ്പർ ബ്രെയിൻ യോഗ. ഏതാണ് സൂപ്പർ ബ്രെയിൻ യോഗ? ഏത്തമിടല്. ഗണേശന്റെ ഇതുണ്ടല്ലോ, അതാ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കാല് ഇങ്ങനെ എന്നിട്ട് ഇരിക്കുക താഴെ. ഏത്തവിടൽ. ഈ ഏത്തവിടലിന് പാശ്ചാത്യര് പേരിട്ടതാണ്. എന്താണ്? സൂപ്പർ ബ്രെയിൻ യോഗ. നമുക്കതറിയില്ലേ, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല, അവർ നന്നായിട്ട് ചെയ്യുന്നു, അത് വിറ്റ് കാശും ഉണ്ടാക്കുന്നു, സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നല്ലതാണ്. അതിന് പകരം ഇപ്പൊ താഴെ വരെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയാണ് വേണ്ടത്? നമ്മൾ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നേരെ കുനിഞ്ഞിരിക്കണം. നമ്മൾ ബാത്റൂമിൽ പോകില്ലേ, ഇന്ത്യൻ ബാത്റൂം ഉണ്ടല്ലോ, ഇന്ത്യൻ ടോയ്ലറ്റ്, അതിലിരിക്കുമ്പോൾ എന്തൊരു സുഖമാണല്ലേ. അത് മറ്റേ വെസ്റ്റേണിൽ ഇരിക്കുമ്പോൾ കിട്ടില്ലല്ലോ. എന്തായാലും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് എണീക്കണം. പക്ഷെ താഴെ വരെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ നമുക്കിപ്പം. എണീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും 10 പേര് നമ്മളെ വന്നിട്ട് പൊക്കാൻ വരേണ്ടി വരും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? സിമ്പിൾ വെർഷൻ എന്താണെന്നറിയോ? ഇങ്ങനെ പിടിച്ചിട്ട് ചെയറിൽ ഇരിക്കാം, അത്ര ഇരുന്നാൽ മതി. എണീക്കുക, ഇരിക്കുക, എണീക്കുക, ഇരിക്കാം. നല്ല എക്സസൈസാണ്. സൂപ്പർ ബ്രെയിൻ യോഗയ്ക്ക് തുല്യമായിട്ടുള്ളൊരു എക്സസൈസാണ്. എന്താണ്? ചെയറിൽ എണീക്കുക, ഇരിക്കുക, എണീക്കുക, ഇരിക്കുക. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? പണ്ടുള്ളവരൊക്കെ നമ്മുടെ ടീച്ചർമാരെയൊക്കെ നമ്മളെ അടി കൊടുക്കണം, അവനെ ശരിയാക്കണം, അവനെ ദണ്ഡനം എന്ന് പറഞ്ഞിട്ട് തരുന്നത് എന്താണ്? നമ്മളെ അനുഗ്രഹിക്കാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല അല്ലേ? എന്ത് രസമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വേറെ തത്വങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും കൈ മടിയിൽ വെച്ചിട്ട് പറ്റുകയാണെങ്കിൽ ചെയറിൽ ചാരാതെ ഇരിക്കാൻ നോക്കൂ. ഇല്ലെങ്കിൽ ചെയറിൽ അങ്ങനെ ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ ചെയറിൽ ചാരിയിരുന്നോളൂ. അല്ലെങ്കിൽ നിവാർന്നിരുന്നിട്ട് മെല്ലെ കണ്ണുകൾ അടച്ചോളൂ. ആഗ്രഹങ്ങളുടെ എല്ലാം അമ്മയായിട്ടുള്ള സുഖം വേണം, ആനന്ദം വേണം, ഒരു കാലത്തും അവസാനിക്കാത്ത ദുഃഖത്തിൻ്റെ സ്പർശമില്ലാത്ത ആനന്ദം, സുഖം എനിക്ക് വേണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ ആഗ്രഹങ്ങളുടെയും മൂലം, ആഗ്രഹങ്ങളുടെ എല്ലാം അമ്മ. ആ സുഖം, ആനന്ദം പുറത്തല്ല, നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആഗ്രഹത്തിനെ തന്നെയാണ് ഈശ്വരൻ, ആത്മാ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഒരു നിമിഷം പോലും വിട്ടുമാറാതെ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ സ്വരൂപമായിട്ടുണ്ട്. അതിലേക്ക് മനസ്സിൻ്റെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിച്ചു വിടാനാണ് പല സാധനകളും. ജപമാണെങ്കിലും ധ്യാനമാണെങ്കിലും സ്വരൂപധ്യാനം, ഭഗവാന്റെ രൂപധ്യാനം, ഗുണധ്യാനം, കഥകളുടെ ധ്യാനം, എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ശാന്തമായിട്ട് ശരീരം അനങ്ങാതെ കുറച്ച് നേരത്തേക്ക് ഒന്ന് അനങ്ങാതെ ബോധത്തോടുകൂടി മനസ്സ് കറങ്ങാൻ പോവുകയാണെങ്കിലും തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരിക. ജപത്തിന് മുൻപ് ചെറിയ ചെറിയ സങ്കല്പങ്ങൾ നമുക്ക് എടുക്കാം. ഈ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എൻ്റെ ശ്രദ്ധ ജപത്തിൽ മാത്രമായിരിക്കും. മനസ്സേ, നീ കറങ്ങാൻ പോവുകയാണെങ്കിലും തിരിച്ച് ഈ ജപത്തിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നൊരു സങ്കല്പം. രണ്ടാമത്തത്, തത്കാലമായിട്ട് ഞാനൊരു ഭക്ത മാത്രം. ഭഗവാന്റെ, എൻ്റെ ഉള്ളിലുള്ള ഭഗവാന്റെ സ്വരൂപം എനിക്ക് അറിയണം, അത് മാത്രമാണ് എനിക്ക് ആഗ്രഹം, ഇപ്പോഴത്തെ ആഗ്രഹം. താത്കാലികമായി എല്ലാ കർത്തവ്യങ്ങളിൽ നിന്നും വിരമിച്ചുകൊണ്ട് ഭക്തയാകുന്ന ഒരു കർത്തവ്യം മാത്രം നിർവഹിക്കാൻ പോവാണ്. താത്കാലികമായ സന്യാസം സ്വീകരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ താത്കാലികമായി ഉപേക്ഷിക്കുന്നു മനസ്സിൽ നിന്നും. മനസ്സ് പൂർണ്ണമായി ജപത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തും എന്നൊരു സങ്കല്പമെടുക്കുക. ഈ ജപിക്കാൻ പോകുന്ന സമയം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്നും കൂടി സങ്കല്പം എടുക്കുക.
ഇനി മനസ്സിൻ്റെ ശ്രദ്ധയെ മെല്ലെ ശ്വാസത്തിലേക്ക് കൊടുക്കുക. ശ്വാസം പവനൻ വായു ഭഗവാൻ നമ്മളെ 24 മണിക്കൂറും സേവനം ചെയ്യുന്നുണ്ട്, ഒരു ബ്രേക്കും ഇല്ലാതെ. ആ ഭഗവാനെ നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. ശ്വാസത്തിന് പ്രശ്നം വരുമ്പോൾ, ആസ്മ പോലത്തുള്ള രോഗം വരുമ്പോൾ മാത്രമേ നമുക്ക് ശ്വാസത്തിൻ്റെ മഹത്വം അറിയുള്ളൂ. അതുകൊണ്ട് ആ ശ്വാസത്തിനെ, ആ ശ്വാസവായുവിനെ നമ്മൾ നന്ദിപൂർവ്വം സ്നേഹപൂർവ്വം ഒന്ന് ശ്രദ്ധിക്കാം. എങ്ങനെയാണോ നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ ആ അതിഥിയുടെ കൂടെ ഇരുന്നു കൊണ്ട് അതിഥിയെ സത്കരിക്കുന്നത്, കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ മുഴുവനും നമ്മുടെ ശ്വാസത്തിലേക്ക്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും മനസ്സാകുന്ന കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് ചെയ്യാം. ശ്വാസം മൂക്കിലൂടെ മെല്ലെ അകത്തേക്ക് പോകുന്ന ഒന്ന് കാണുക, മനസ്സാകുന്ന കണ്ണുകൊണ്ട്. ഉള്ളിലേക്ക് പോയിട്ട് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശ്രദ്ധ മുഴുവനും ആ ശ്വാസത്തിൽ. ശ്വാസം ബലപൂർവ്വം എടുക്കണോ വിടണോ ഒന്നുമില്ല, ശ്വാസത്തിന് ശ്രദ്ധിക്കുക മാത്രം. ഇടയ്ക്ക് മനസ്സ് കറങ്ങാൻ പോവുകയാണെങ്കിലും വീണ്ടും മനസ്സിന് ശ്വാസത്തിൽ നിർത്തുക. മനസ്സിൻ്റെ ശ്രദ്ധ ശ്വാസത്തിൽ മാത്രം. മനസ്സിൻ്റെ ശ്രദ്ധ ശ്വാസത്തിൽ. ശ്രദ്ധ ശ്വാസത്തിൽ. ശ്രദ്ധാശ്വാസത്തിൽ. ശ്വാസത്തിനെ ശ്രദ്ധിക്കും തോറും മനസ്സും ശാന്തമാകുന്നതായിട്ടൊന്ന് കാണുക. ശ്വാസവും മനസ്സും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സും സ്വാഭാവികമായിട്ട് ശാന്തമാകും. മെല്ലെ മനസ്സിൻ്റെ ശ്രദ്ധയെ നമുക്ക് ജപത്തിലേക്ക് തിരിച്ചുവിടാം. ഞാൻ മന്ത്രം ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിന് മനസ്സിൽ ഏറ്റു ചൊല്ലുക. ഞാൻ മന്ത്രം ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിന് മനസ്സിൽ ഏറ്റു ചൊല്ലുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എങ്ങനെയാണോ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭക്ഷണ സാധനം കിട്ടുമ്പോൾ ഓരോ കടിയും നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നത്, അതേപോലെ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഓരോ അക്ഷരവും ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി മനസ്സിൽ ചൊല്ലുക. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഭഗവതേ വാസുദേവായ. ഓം നമോ 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 ഭഗവതേ വാസുദേവായ. മന്ത്രം നമ്മുടെ ശരീരത്തിലും മനസ്സിലും അപാരമായിട്ടുള്ള ഒരു ശാന്തിയും ഊർജവും നൽകുന്നതായിട്ടൊന്ന് ഭാവന ചെയ്യാം. മനസ്സിൽ അപാരമായിട്ടുള്ള ആനന്ദം ഇങ്ങനെ കളിയാടുന്നതായിട്ടൊന്ന് ഭാവന ചെയ്യാം. മൂന്ന് പ്രാവശ്യം ഒരുമിച്ച് നമുക്ക് ഓംകാരം ചൊല്ലാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്ന് ചൊല്ലാം. ഓ വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക.
ഓ ദീർഘശ്വാസം എടുക്കാം. ഓ ഓം ശാന്തി ശാന്തി ശാന്തി. ലോകത്തിലെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ 4 പ്രാവശ്യം ഒരുമിച്ച് ചൊല്ലാം. ഓം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വളരെ മെല്ലെ കണ്ണുകൾ തുറക്കാം. ജപം കഴിഞ്ഞിട്ട്, ധ്യാനം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യരുത്. കാരണം മനസ്സ് ശാന്തമായിരിക്കുന്ന ഇതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ യോഗയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാം. അല്ലാതെ ശാന്തമായിരുന്നിട്ട് ഉടനെ നമ്മൾ ഇളക്കി വിടരുത്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിക്കുമല്ലോ. അത് ഏകാഗ്രമായിരിക്കാൻ സാധിച്ചോ? മൈൻഡ് വേൾഡ് ടൂറിന് പോയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നോ? പോയി എന്ന് ചിലർ അറിയേയില്ല. അങ്ങനെ പോയി പിന്നീടാണ് അയ്യോ ഞാൻ ജപിക്കാനാണല്ലോ ഇരുന്നത്. അപ്പോൾ അറിയുന്നുണ്ടെങ്കിലോ തിരിച്ച് വരത്തുള്ളാണല്ലോ. പോയി എന്ന് അറിയുന്നത് തന്നെ വലിയൊരു പുരോഗമനം തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു സന്തോഷം എല്ലാവരുടെ ഉള്ളിൽ നിറയട്ടെ. ചട്ടമ്പി സ്വാമികളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഗണേശൻ്റെയും അനുഗ്രഹം അല്ലേ. ഞാൻ സനൽജി എപ്പോഴും കാണുന്നത് ഗണേശനായിട്ടാണ്. കാണാനും ഗണേശനെ പോലെ തന്നെയാണല്ലോ. എല്ലാവരെയും നയിക്കുന്ന സനൽജി പ്ലസ് ഹരിയുണ്ട്, നമ്മുടെ ബിന്ദു ചേച്ചിയുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഹിൻസറിൻ്റെ നട്ടിൽ എന്ന് തന്നെ പറയാം നമ്മുടെ ആചാര്യന്മാർ. അപ്പോൾ ആചാര്യന്മാർ എല്ലാവരും നമ്മുടെ മഹേശ്വരൻ്റെ ഫാമിലി തന്നെയാണ്. കൈലാസം, നമ്മളെല്ലാവരും ഇരിക്കുന്ന കൈലാസം തന്നെയാണല്ലോ അല്ലേ. മഹേശ്വരൻ്റെ ആ ഒരു ഫാമിലി, ആ കുടുംബത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.